ആൾക്കാരൊക്കെ ഇന്ന ആൾക്ക് നല്ല സ്കിന്നാണ്, ഗ്ലാസ് സ്കിന്നാണ്, അല്ലെ കൊറിയൻ സ്കിന്നാണ്, അപ്പൊ നമുക്കും അതുപോലെ വേണം എന്നുള്ളൊരു രീതിയിലും ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ആഗ്രഹങ്ങളല്ലേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? ഐശ്വര്യയുടെ നാട് എവിടെ? പത്തനംതിട്ട. അപ്പൊ പിന്നെ കൊറിയൻ സ്കിൻ വരുമോ നമുക്ക് അല്ലേ? പത്തനംതിട്ട സ്കിന്നല്ലേ പറ്റൂ. എന്റെ നാട് കൊല്ലം, അപ്പൊ എനിക്ക് കൊല്ലം സ്കിന്നല്ലേ പറ്റൂ, കൊറിയൻ സ്കിന്നിന് പറ്റില്ലല്ലോ. ആകപ്പാടെ പെൺകുട്ടികൾക്ക് ഒരു മാസ്കുലിൻ ലുക്ക് ഉണ്ടാവുക. ഓക്കെ, അതൊക്കെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെ പോലെ ഇരിക്കാം, അതൊരു ഫീമെയിൽ ലുക്ക് തന്നെ പോവാം. അല്ലെങ്കിൽ ആണുങ്ങളുടെ ഒരു ലുക്കും ആ തിക്നെസ്സും സ്കിന്നിന് ഒരു റഫ്നെസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ ടു എ ബിഗ് എക്സ്റ്റെന്റ് ലേസർ ഹെയർ റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യും. ഈ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അത് പെയിൻഫുൾ ആണോ? ഐശ്വര്യക്ക് ഒത്തിരി വേദന എടുത്തോ? തുറന്നു പറഞ്ഞോ, ഈ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടല്ല, യു ടെൽ ദ ട്രൂത്ത്. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഒരു സ്റ്റേജ് ആയിരുന്നു ആ സമയത്ത്. എനിക്ക് മേക്കപ്പ് ഇടാണ്ട് ഒരു ക്യാമറ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഷൈ അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഞാൻ ബേസിക്കലി. ഐശ്വര്യക്ക് PCOD ഉണ്ട്. ഐശ്വര്യ എവറി 2 days കൂടുമ്പോൾ ഷേവ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പൊ എത്ര തവണ ഷേവ് ചെയ്യും? ഇപ്പം എനിക്ക് ഓർമ്മ പോലും ഇല്ല ഞാൻ ലാസ്റ്റ് ടൈം എന്നാണ് ഷേവ് ചെയ്തത്. എനിക്ക് ഷേവ് ചെയ്യുവാണെങ്കിൽ ഹെയർ ഗ്രോത്ത് കൂടുന്നു എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് എ മിത്ത്. കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ മേക്കപ്പ് ഇടാതെ പുറത്തിറങ്ങാത്ത ഒരാളായിരുന്നു ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ആ ഒരു സ്കിന്നിൽ നിന്നും ഇതുവരെ ഉള്ളൊരു സ്കിന്നിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടിയതിന്റെ മെയിൻ ഒരു പങ്ക് വഹിച്ചത് എൻ്റെ അടുത്തിരിക്കുന്ന ഡോക്ടർ അഞ്ജനയാണ്, ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് ഫൗണ്ടർ ഓഫ് സ്കിൻ സീക്രറ്റ്സ്. അപ്പൊ നമ്മുടെ ഹെയർ ഹാബിറ്റ് ക്ലബിന്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റിലേക്ക് ഡോക്ടർ അഞ്ജനയെ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ എനിക്ക് പേഴ്സണലി ഒരു താല്പര്യമുണ്ട്, അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഡോക്ടർ എന്നുള്ളതിലുപരി, ഒരു ഡെർമറ്റോളജിസ്റ്റ് എന്നുള്ളതിലുപരി നമുക്ക് വരുന്ന കൂടുതലും PCOD റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ കൂടുതലും നമുക്ക് പെൺകുട്ടികൾ അയക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സ്കിൻ അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് ടോപ്പിക്സ് ആണ് കൂടുതലും നമ്മളോട് ചോദിക്കാറ്. അപ്പൊ അതിന് ഞാൻ കൊടുക്കുന്ന ഒരു ക്ലാരിറ്റിനെക്കാട്ടിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു എക്സ്പേർട്ടിന്റെ ആൻസർ ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യവും അറിയാൻ താല്പര്യവും. അപ്പം ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ കൂടെ ഉള്ളത് ഡോക്ടർ അഞ്ജനയാണ്. സോ ഡോക്ടർ അഞ്ജന, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. അപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ ഐശ്വര്യയുടെ സ്കിൻ കെയറും സ്കിൻ ജേർണി എന്നുള്ളൊരു കാര്യത്തോട് നമ്മൾ സംസാരിക്കുമ്പം എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഐ വുഡൻറ്റ് യൂസ് ദ ടേം ട്രാൻസ്ഫോർമേഷൻ അല്ലേ? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റൻഷനലി നടക്കുന്ന കാര്യമാണോ? അല്ല. ഇറ്റ് ഹാപ്പൻസ് ഓൺലി വിത്ത് കൺസിസ്റ്റൻസി അല്ലേ? നമ്മൾ എന്ത് സംഭവമാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു സംഭവം ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ ഓട്ടോമാറ്റിക്കലി അതൊരു ട്രാൻസ്ഫോർമേഷനിലോട്ട് എത്തുള്ളൂ. ഐശ്വര്യയുടെ കാര്യത്തിലും ഫസ്റ്റ് ഓഫ് ഓൾ ഐശ്വര്യ എന്നെ ട്രസ്റ്റ് ചെയ്തു, പറഞ്ഞതൊക്കെ അനുസരിച്ചു അല്ലേ? ഇടയ്ക്ക് ഓരോ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും ക്ലിനിക്കിൽ കോൺടാക്ട് ചെയ്യുന്നു, അത് റെക്ടിഫൈ ചെയ്യുന്നു, എന്നിട്ട് മുന്നോട്ട് പോകുന്നു. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്നു, കൺസൾട്ട് ചെയ്തു, ആൻഡ് ദെൻ ഐ ഗീവ് യു സം ട്രീറ്റ്മെന്റ്സ് ഓർ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് തന്നു, അപ്പോഴത്തേക്കും ട്രാൻസ്ഫോർമേഷൻ ആയി എന്നാണോ? അല്ല. അത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തു, സമയം കൊടുത്തു, ക്ഷമയോടെ കാത്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ സംസാരിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസിൽ എത്തിയത് അല്ലേ? എക്സാക്ട്ലി. എനിക്ക് ആദ്യം ഇപ്പോഴും ഓർമ്മയുണ്ട് സ്കിൻ സീക്രട്സിലോട്ട് വരുന്ന എൻ്റെ ഒരു കോലം, എക്സാക്ട് അങ്ങനെ വേണം പറയാൻ. ആ ഒരു കോലം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഒരു സ്റ്റേജ് ആയിരുന്നു ആ സമയത്ത്. കുറേ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് മേക്കപ്പ് ഇടാണ്ട് ഒരു ക്യാമറ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനോ അറ്റ്ലീസ്റ്റ് പാർസൽ വാങ്ങിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങാൻ പോലും എനിക്ക് ഭയങ്കര ഒരു ഷൈ അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവുള്ളൊരു പേഴ്സൺ ആയിരുന്നു ഞാൻ ബേസിക്കലി. അപ്പോൾ ചെറുതിലെ ഈ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അഡോളസെന്റ് ഏജിൽ വീട്ടിലെ ഈ ഇഷ്യൂ അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ ഗ്രോത്തിന്റെ ഇഷ്യൂ പറയുന്ന സമയത്ത് വീട്ടുകാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നോർമൽ അല്ലേ, ഇത് നിന്റെ പ്രായത്തിലുള്ള എത്രയോ കുട്ടികൾക്കുണ്ട്, നോർമലാണ്, ഇത് വളരുമ്പം മാറും. അന്നെന്ന് വെച്ചാൽ നമുക്ക് ഇതിനൊരു പ്രോപ്പർ റെമഡി ഇല്ല, ആരോട് ചോദിക്കുമെന്ന് അറിയില്ല. പക്ഷെ ഇന്നത്തെ ഒരു ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അഡോളസെന്റ് ഏജിൽ നമ്മൾ കാണുന്നൊരു കാര്യം, സോഷ്യൽ മീഡിയ ആണെങ്കിലും അതർ പ്ലാറ്റ്ഫോംസിൽ നിന്നാണെങ്കിലും ഡോക്ടേഴ്സ് സംസാരിക്കുന്ന പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഇതുപോലത്തെ ഇൻഫർമേഷൻസ് കാരണം അവർക്ക് കുറേ കൂടെ അവർ ബോധേഡാണ്, കോൺഷ്യസ് ആണ്. ഇപ്പം ഇങ്ങനെ ഒരു ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ ആക്നെ പ്രോബ്ലം ഉണ്ട്, അവർ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് എന്ത് പോസിബിൾ ആണോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പോസിബിൾ ആണോ അതവർ ചെയ്യും. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അപ്പം അന്നത്തെ കാലത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ഹോം റെമഡീസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം അത് ആലോചിക്കുമ്പം എന്ത് മണ്ടത്തരാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്നോട് നമ്മളൊരു അഡോളസെന്റ് ഏജിലോട്ടൊക്കെ കയറുന്ന സമയത്ത് ആക്നെ പ്രോബ്ലം ഒരു വലിയ ഇഷ്യൂ ആണ്. എൻ്റെ ഇപ്പോഴത്തെ സ്കിന്നൊന്നും അല്ല കേട്ടോ, അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ പിമ്പിൾസ് ഉള്ളൊരു സ്കിന്നായിരുന്നു എൻ്റെ. ആരും പറഞ്ഞാൽ ഇപ്പോൾ വിശ്വസിക്കത്തില്ല.
ആ സമയത്ത് എന്നോട് എൻ്റെ അമ്മൂമ്മയും അമ്മയൊക്കെ പറഞ്ഞത്, മോളെ കസ്തൂരി മഞ്ഞൾ അരച്ച് ഇട്ടാൽ മതി, മാറും. പിന്നെ കാപ്പിപ്പൊടിയും തൈരും പഞ്ചസാരയും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇട്ടാൽ മതി, അത് കുറഞ്ഞോളും. പിന്നെ നാരങ്ങ ഇട്ടാൽ മതി, കുറയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതൊക്കെ കുറേ വർഷങ്ങൾ ട്രൈ ചെയ്ത ഒരാളാണ്. അന്ന് നമുക്ക് ഇതുപോലൊരു ഡോക്ടർ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്യണം, അല്ലെ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നൊരു മേഖല ഇതിനുണ്ട്, അവരെ പോയി നമ്മൾ കൺസൾട്ട് ചെയ്യണം എന്നുള്ളൊരു യാതൊരു അറിവ് അന്ന് ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഐ എം ടെല്ലിങ് അബൌട്ട് ലൈക്ക് 10 to 12 ഇയേഴ്സ് അല്ലെങ്കിൽ 15 ഇയേഴ്സ് വരെ ഈ ഒരു ബോധം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എനിക്കൊന്ന് കുറേ കൂടെ ആൾക്കാർക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു നോളജ് ഉണ്ട്. എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം കൺസൾട്ടേഷന് വന്നൊരു ലേഡി, അവർ നല്ല ഫേസിൽ നല്ലോണം സ്വെല്ലിംഗ് ആയിട്ടാണ് വന്നത്. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ തൊടുന്നുണ്ട്, ഭയങ്കര ഇറിറ്റേഷൻ പോലെ അവരുടെ സ്കിന്നിലും ഒക്കെ കേട്ടോ. അവർക്ക് കണ്ണു പോലും തുറക്കാൻ പറ്റുന്നില്ല, അത്ര സ്വെല്ലിംഗ് ആയിരുന്നു ഫേസിൽ. അപ്പം ഞാൻ കൺസൾട്ട് ചെയ്യാൻ നേരത്തെ ചോദിച്ചപ്പം അവർ പറയാം, യൂട്യൂബിൽ ഞാൻ കണ്ടു, പിമ്പിൾസും ഉണ്ട് അവർക്ക്, അരിമാവ് നല്ലതാണ്, മുഖത്ത് തേച്ചാൽ കുരുക്കളൊക്കെ പോകും, ആൻഡ് സ്കിന്നിന് റിജുവനേഷൻ കിട്ടും എന്നും പറഞ്ഞിട്ട് അരിമാവ് അവർ ഫുൾ അപ്ലൈ ചെയ്തിട്ട്, അല്ല നമ്മൾ ഇപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും ആ ലേഡി ഷി വാസ് ലിറ്ററലി സഫറിങ് എന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. അത് അപ്ലൈ ചെയ്ത് 20 മിനിറ്റ് മുഖത്ത് വെച്ചു, വാഷ് ചെയ്ത് കളഞ്ഞു. ആൻഡ് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പം അവർക്ക് ഭയങ്കര ഒരു ചൊറിച്ചിലും മുഖത്താകെ ഒരു ചൂട് കൂടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആൻഡ് ഒരു നല്ല സ്വെല്ലിങ്. അവർ Day 2 ആയപ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഓക്കെ, സോ അപ്പം ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനുള്ളതാണ്, അത് സ്കിന്നിന് വേണ്ടി എങ്ങനെ എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഇതിലാണ്. അതിൽ മിസ്യൂസ് ചെയ്യാത്ത എന്താ പറയുക, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത് അല്ല കുരുമുളകും ഉപയോഗിച്ചിട്ടില്ല. ഇത് 3 അല്ലാതെ ഒരുവിധം എല്ലാവരും എല്ലാ സാധനങ്ങളും മുഖത്തോട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ ജീരകം വരെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരുമ്പോൾ പറയുന്നത്, അവരങ്ങനെ പറയുമ്പോൾ വാട്ട് ഐ ടെൽ ദം, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ സന്തോഷം ഉണ്ടെങ്കിൽ ഗോ ഹെഡ്. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സ്റ്റീറോയിഡ് ക്രീം ഉപയോഗിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയില്ല. അത് ഉപയോഗിച്ചിട്ട് സന്തോഷം ഉണ്ടെങ്കിൽ ഉപയോഗിച്ചുള്ളൂ, നോ, അവിടെ ഐ പുട്ട് എ ഫുൾ സ്റ്റോപ്പ്. അത് പറ്റില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുമ്പം ഗുണമില്ല ദോഷമില്ല, അത് നമുക്കറിയാം. പക്ഷേ ഇഫ് യു ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്, ഫൈൻ, ഗോ ഹെഡ് വിത്ത് ഇറ്റ്. അല്ലാതെ ഗുണം ഉണ്ടാവണം എന്നില്ല അതിനൊന്നും. ഓക്കെ, പക്ഷേ ഇപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ ഫേഷ്യൽ ഹെയറിനെ പറ്റി പറഞ്ഞു, പിമ്പിൾസിനെ പറ്റി പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് ഇതെന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ നമ്മളങ്ങ് ഒത്തിരി ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? മുന്നേ ഒക്കെ കുരുവല്ലേ, ഇച്ചിരി മുടിയുണ്ട്, അതിനിപ്പോൾ എന്താ, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അയ്യോ കുരു, അയ്യോ കുഴി, അല്ലേ, അയ്യോ മുടി കൊഴിച്ചിൽ, അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ചിന്താഗതി, ഞാൻ ഉൾപ്പെടെ. അതിനെന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വി ബിക്കം മോർ വിസിബിൾ. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഇവൻറ്റോ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നത്, അല്ലേ. അത് സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് നോക്കാനൊക്കെ പറ്റുമോ? ഇല്ല, പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ വല്ലപ്പോഴും എടുത്ത് നോക്കുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ എവറി നൗ ആൻഡ് ദെൻ സെൽഫീസ് എടുക്കുമല്ലേ. ആൻഡ് നമ്മളൊക്കെ ഇൻസ്റ്റയായിട്ട് ഭയങ്കര ഗ്ലൂഡാണ്, അല്ലേ. ടീനേജേഴ്സിനെ പറ്റി പറയണ്ട, നമ്മളൊക്കെ ഒന്ന് ഫ്രീ ടൈം കിട്ടി ആദ്യം ഇൻസ്റ്റയിലോട്ടാണ് പോകുന്നത്, അല്ലേ. അപ്പോഴൊക്കെ കാണുന്നത് ചില നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള ഫിൽറ്ററൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഓരോ വീഡിയോസൊക്കെ കാണുമ്പം നമുക്കൊരാഗ്രഹം വരില്ലേ, അതുപോലൊക്കെ ആവണ്ടേ, അതുപോലെ ആയാൽ എന്താ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡ് സെറ്റേ മാറും. പണ്ട് കുരുവല്ലായിരുന്നോ, അത് അയ്യോ കുരുവാവും. പണ്ട് കുരു വന്നാൽ കുഴി വരും, ഇത് ഇത്ര വലിയ കാര്യം എന്താ, ഒരു പ്രായത്തിൽ പിമ്പിൾസ് വരും, പിന്നെ അത് ഒരു സമയം കഴിയുമ്പോൾ അത് പോവും എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾ, അയ്യോ കുരു വന്നു കഴിഞ്ഞാൽ കുഴി വരില്ലേ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. സോ അപ്പം നമ്മൾ വി ബിക്കം മോർ ആൻഡ് മോർ വിസിബിൾ. അപ്പം നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റും മാറി. എനിക്ക് തോന്നി വിസിബിലിറ്റിനേക്കാൾ കൂടുതലും ഇപ്പോൾ ഈ കുറേ പ്രോഡക്ട്സ് വന്നിട്ടുണ്ട്. ഈ ട്രെൻഡിനനുസരിച്ച് കുറേ സ്കിൻ കെയർ പ്രോഡക്ട്സ് മാറ്റുന്നതും, ഈ കുറേ സ്കിൻ കെയർ ഇപ്പോൾ ഗ്ലാസ് സ്കിൻ, കൊറിയൻ സ്കിൻ, ഇങ്ങനത്തെ ഉള്ള കുറേ വേർഡ്സ് വന്നു. അതുമായിട്ട് ആൾക്കാർ എന്താ പറയുക അഡാപ്റ്റായി. ഇപ്പോൾ ഒരാൾ യൂസ് ചെയ്തിട്ട് അതിനെന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടത് നിർബന്ധിതരാകുക ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു അതും കൂടെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇന്ന ആൾക്ക് നല്ല സ്കിന്നാണ്, ഗ്ലാസ് സ്കിന്നാണ്, അല്ലെ കൊറിയൻ സ്കിന്നാണ്, അപ്പൊ നമുക്കും അതുപോലെ വേണം എന്നുള്ളൊരു രീതിയിലും ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ആഗ്രഹങ്ങളല്ലേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ. ഐശ്വര്യയുടെ നാട് എവിടെ?
പത്തനംതിട്ട. അപ്പൊ പിന്നെ കൊറിയൻ സ്കിൻ വരുമോ നമുക്ക്? അല്ലേ, പത്തനംതിട്ട സ്കിൻ അല്ലേ പറ്റൂ. എന്റെ നാട് കൊല്ലം, അപ്പൊ എനിക്ക് കൊല്ലം സ്കിൻ അല്ലേ പറ്റൂ, കൊറിയൻ സ്കിന്ന് പറ്റില്ലല്ലോ. അതാ പറഞ്ഞ നമ്മുടെ എത്നിസിറ്റി മാറ്റേഴ്സ് കേട്ടോ. കൊറിയക്കാരുടെ കാലാവസ്ഥയ്ക്കും അവരുടെ ജനറ്റിക്സിനും അനുസരിച്ചിട്ടുള്ള കുറച്ച് ഫോർമുലേഷൻസ് ഉണ്ട്. അത് അവർക്ക് നല്ല സ്യൂട്ടബിൾ ആയിരിക്കും എന്നും പറഞ്ഞാൽ നമുക്കതിലെല്ലാം ഒന്നും നമുക്ക് ചേരില്ല എന്ന് ഞാൻ പറയില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. നമ്മളുടെ ഈ ഹ്യൂമിഡ് കാലാവസ്ഥ അനുസരിച്ചിട്ട് പ്രോഡക്ട്സ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് നമ്മൾക്ക് ഈ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഇല്ല. അവർക്ക് ഇപ്പോൾ ഡിസംബറിലൊക്കെ കൊറിയ സോളിലൊക്കെ ഇറ്റ്സ് മൈനസ് കേട്ടോ. അപ്പോൾ ആ കാലാവസ്ഥ ഒരിക്കലും നമ്മുടെ ഡിസംബറിലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ ഓൾസോ മാറ്റേഴ്സ്. കാര്യം സ്കിൻ സ്റ്റേറ്റ് എന്ന് പറയും. അതായത് ഒരു കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ സ്വഭാവം അഡാപ്റ്റ് ചെയ്യും. സ്കിന്നിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അങ്ങ് മാറും. ഇപ്പം എനിക്ക് കോമ്പിനേഷൻ സ്കിന്നാണ്, കോമ്പിനേഷൻ ടു ഓയിലി എന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം ഞാൻ മൈനസ് ഉള്ളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പം ഞാനൊരു ചൈനയിൽ പോകുന്നു എന്ന് വെച്ചാൽ ഇപ്പം അവിടെ മൈനസാണ് ടെമ്പറേച്ചർ. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വലിച്ചിലും ഡ്രൈനെസ്സും ആയിരിക്കും. അതായത് എൻ്റെ സ്കിന്നിൻ്റെ സ്വഭാവം അപ്പം തന്നെ അങ്ങ് മാറും. സോ നമ്മൾ ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ സ്വഭാവം അനുസരിച്ച്, നമ്മുടെ ജോബ് പ്രൊഫൈൽ അനുസരിച്ച്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്, നമ്മുടെ വർക്ക് അവേഴ്സ് അനുസരിച്ച്, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ് അനുസരിച്ച്. ഇപ്പം വീട്ടിലൊരു കുഞ്ഞു ബേബി ഉള്ളൊരു അമ്മയ്ക്ക് 3 മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ രാവിലെ ഒരു ക്രീം, ഉച്ചയ്ക്കൊരു ക്രീം, വൈകിട്ട് വേറൊരു ക്രീം, രാത്രി ഒരു ക്രീം പറ്റില്ല. ഓക്കെ, സോ അഗൈൻ വെരി ഇമ്പോർട്ടൻറ്റ് എന്താന്ന് വെച്ചാൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു സ്കിൻ ഗോൾ സെറ്റ് ചെയ്യുക, ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു റുട്ടീൻ സെറ്റ് ചെയ്യുക, ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്കമ്മും നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ എനിക്ക് ഗ്ലാസ് സ്കിൻ വേണം അതുകൊണ്ട് ഇത്, നോ, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. ഇപ്പം ഐശ്വര്യയ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും ഗ്ലൂട്ടത്താൻ എടുത്തിട്ടുണ്ടോ? ഇല്ല. ആൻഡ് സ്റ്റിൽ ഐശ്വര്യ ഈസ് ഗ്ലോയിങ് അല്ലേ? ഐശ്വര്യയ്ക്ക് എന്തൊരു ഗ്ലോ ഇപ്പോൾ ഉള്ളത് അല്ലേ? ഐശ്വര്യയ്ക്ക് ലിറ്ററലി ലൈക്ക് എ ഗ്ലാസ് സ്കിൻ എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള ഒരു റുട്ടീൻ, അതായത് കൺസേണിനെ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഗ്ലോ വരിക. നമ്മൾ മലയാളീസിൻ്റെ ഒരു പ്രത്യേകത, ഗ്ലോ വേണം എന്ന് പറയുന്നതിനോട് കൂടെ തന്നെ അടുത്ത സെൻറ്റൻസ് എന്താണെന്നറിയോ? ഞാൻ വല്ലാണ്ട് ഡാർക്കായിപ്പോയി, ടാൻ ആയിപ്പോയി, അതുകൊണ്ടാണ് ഒരു ഗ്ലോ ഇല്ലാത്ത. ഒരിക്കലും അല്ല. ഇത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ അടുത്തൊരു ഫോറിനർ കൺസൾട്ടേഷന് വന്നു. ആ കുട്ടി നല്ലോണം മലയാളം സംസാരിക്കും. അവരെല്ലാ വർഷവും വരുന്ന സ്വിറ്റ്സർലൻഡിൽ നിന്ന് അവർ എല്ലാ വർഷവും അവിടെ വിൻ്റർ ആകുമ്പം നമ്മുടെ കേരളത്തിൽ വർക്കലയിലോട്ട് അവർ യോഗ ഒക്കെ ചെയ്യാനായിട്ട് വരുന്ന കുട്ടിയാണ്. ആൻഡ് ആ കുട്ടി കൺസൾട്ടേഷന് വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, ഡോക്ടർ, ഐ ലുക്ക് ഡൾ, ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ഗ്ലോ ഇൻ മൈ ഫേസ്, ഐ ലുക്ക് സാഡ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട എന്താ, അത് നല്ല വൈറ്റ് ആയിട്ടുള്ളൊരു കുട്ടി. ഓക്കെ, ആ വൈറ്റ് ഗേളിന് തന്നെ ഗ്ലോ ഇല്ല എന്നാണ് അതിൻ്റെ കൺസേൺ തന്നെ. പക്ഷെ നമ്മളാണെങ്കിൽ ഇതിന് മുന്നേ തീരുമാനത്തിലെത്തിയേനെ, ഞാൻ ടാനായി, ഞാൻ ബ്രൗൺ ആണ്, ഞാൻ ഡാർക്കാണ്, അതുകൊണ്ടാണ് എനിക്ക് ഗ്ലോ ഇല്ലാത്ത. ഒരിക്കലുമല്ല. നമ്മുടെ പോർ സൈസ് ഡയലേറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിസിബിൾ പോർ സൈസ് ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തൊരു ഡൾനെസ് വരും. എന്താ കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് നമ്മുടെ സ്കിന്നിൽ വീണിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ഗ്ലോ വരുന്നത്. ഓക്കെ, വെൻ യു ഹാവ് ഡയലേറ്റഡ് പോർസ് സ്കിന്നിലുള്ള, അത് പിമ്പിൾസ് വന്നതിന് ശേഷമാകാം, ഓർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷമാകാം, ഓർ ഒരു ജനറ്റിക്കായിട്ട് നമുക്ക് ചിലർക്ക് ഉണ്ടല്ലോ, കുടുംബത്തിൽ എല്ലാവർക്കും കുറച്ച് ഡയലേറ്റഡ് പോർസ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ ലൈറ്റ് വീഴുമ്പം ആ റിഫ്ലക്ഷൻ അങ്ങോട്ട് ടേക്ക് പ്ലേസ് ചെയ്യില്ല. ഓക്കെ, സോ അപ്പോൾ യു ടെൻ ടു ലുക്ക് ഡൾ. അനദർ കാര്യം, നമ്മളുടെ ഇവിടുത്തെ ഇങ്ങനെ മൂക്കിൻ്റെ ഇവിടെ സ്മൈൽ ലൈൻ ഉള്ളപ്പോഴും, അല്ലെങ്കിൽ ചുണ്ട് ഇങ്ങനെ ഡ്രൂപ്പ് ചെയ്യില്ല ചില സ്ത്രീകൾക്ക്. അപ്പം നമ്മൾക്കൊക്കെ ഒരു 30 കഴിയുമ്പോൾ തൊട്ട് അതൊക്കെ കണ്ടു തുടങ്ങുന്നത്, ചുണ്ട് ഇങ്ങനെ തൂങ്ങി വീഴുമ്പോൾ യു ടെൻ ടു ലുക്ക് സാഡ്. പിന്നെ കണ്ണിൻ്റെ താഴെ ഒരു കുഴി വരിക, അത് ഇറ്റ് ക്യാൻ ബി ജനറ്റിക്. എപ്പോഴും ഉറക്കക്കുറവ് കൊണ്ടാണെന്ന് ഞാൻ പറയില്ല. കണ്ണ് വല്ലാണ്ട് റബ്ബ് ചെയ്യില്ല, ചില ജലദോഷം, അലർജി ഹിസ്റ്ററി ഒക്കെ ഉള്ള ആൾക്കാർ ചില സമയം ഇടയ്ക്കിടയ്ക്ക് കണ്ണ് റബ്ബ് ചെയ്യുന്ന ചിലരുണ്ടല്ലോ. സോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും ഇങ്ങനെ കണ്ണിൻ്റെ താഴെ ഒരു കുഴി ഇങ്ങനെ ഫോം ചെയ്യും, ആൻഡ് ചില ലൈൻസ്, ഡെന്നി മോർഗൻ ഫോൾഡ് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ നമ്മൾ റബ്ബ് ചെയ്യുന്നത് ചുമ്മാ തമാശയ്ക്ക് റബ്ബ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഫോറിൻ ബോഡി സെൻസേഷൻ തോന്നുന്നുണ്ടാവാം കണ്ണിലും. സോ അപ്പം അങ്ങനെയൊക്കെ റബ്ബ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കുഴിയും ഒരു കറുപ്പൊക്കെ വരും. സോ ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ഏജിങ് എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ പുരികം ചെറുതായിട്ട് ഡ്രൂപ്പായി തുടങ്ങും. മില്ലിമീറ്റർ കണക്കിനാണ് ഡ്രൂപ്പ് ആവുന്നത്. അപ്പോൾ കണ്ണിൻ്റെ ലിഡ് പതുക്കെ തൂങ്ങും. അപ്പോൾ ഓൾ ടുഗെദർ നമ്മൾ ഇങ്ങനെ ഡൾ. അതിൻ്റെ കൂടെ തന്നെ അനാവശ്യ രോമങ്ങളുണ്ടെങ്കിൽ,
ഈ റിഫ്ലക്ഷനെ പിന്നെയും അത് പ്രിവെൻറ്റ് ചെയ്യും. ആ ലൈറ്റ് വീണ് കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യത്തില്ല വെൻ വി ഹാവ് അൺവാണ്ടഡ് ഹെയർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പിഗ്മെൻറ്റേഷൻ, അത് പിന്നെ പറയണ്ട, നമ്മുടെ ഒക്കെ കൂടെ തന്നെ ഉള്ളതാണ് അല്ലേ. അപ്പം പിഗ്മെൻറ്റേഷനും കൂടെ ഉള്ളപ്പോൾ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും ഒന്നും കൂടെ കൂടുതലായിട്ട് കാണിക്കും. അപ്പം ഒരു ഗ്ലാസ് സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ 1 by 1 ഇതിനെപ്പറ്റി കൺസേൺഡ് ആണെങ്കിൽ ഇതൊക്കെ 1 by 1 അഡ്രസ്സ് ചെയ്യുമ്പോഴേ ആ ഒരു ഗ്ലോയിലോട്ട് എത്തുള്ളൂ. ഇപ്പം ഐശ്വര്യയൊക്കെ തന്നെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത് അല്ലേ. ഐശ്വര്യയുടെ സ്കിൻ ടോൺ അഗൈൻ അത്ര ബ്രൗൺ അല്ല, എന്നാൽ പോലും ഐശ്വര്യനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വെൻ യു കെയിം ഫസ്റ്റ് ടൈം ഐശ്വര്യ കൺസീലർ അപ്ലൈ ചെയ്തിരുന്നു അല്ലേ. അങ്ങനെ ഞാനത് മാറ്റിച്ചു. ഞാൻ പറഞ്ഞൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വരുമ്പോൾ നെയിൽ കാണിക്കാൻ വരുവാണെങ്കിൽ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ട് വരരുത് അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ കാലിലൊരു ലീഷനുണ്ട് കാണിക്കാനാണെങ്കിൽ ഒരു വല്ല പലാസോ വല്ലതും വേറെ ചെയ്തിട്ട് വേണം വരാൻ. അതേപോലെ ഫേസ് കാണിക്കാൻ വരുമ്പോൾ ഇത്രയും മേക്കപ്പ് ഇട്ടുകൊണ്ട് വരല്ലേ എന്ന് ഞാൻ പറഞ്ഞതുപോലെ ആൻഡ് ദെൻ അതിനെ മാറ്റിച്ചിട്ട് നമ്മൾ നോക്കിയ ഐശ്വര്യക്ക് അന്ന് എന്തായിരുന്നു പിഗ്മെന്റേഷൻ, ഐശ്വര്യക്ക് നല്ലൊരു പിഗ്മെന്റേഷൻ അറൗണ്ട് ലിപ്സ്. അപ്പോഴും ഐ ഡിഡ്ന്റ് ടെൽ യു ദാറ്റ് ഇത് ഞാൻ 1 മാസം കൊണ്ട് മാറ്റും, 2 മാസം കൊണ്ട് മാറ്റും, 2 ആഴ്ച കൊണ്ട് മാറ്റും എന്നൊന്നും നമ്മൾ സംസാരത്തിലോട്ട് പോയിട്ടില്ല. സത്യം പറഞ്ഞ ആ ഒരു പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് വർഷങ്ങളോളം എനിക്ക് ഉണ്ടായിരുന്ന ഒരു കൺസേൺ ആയിരുന്നു. ഈ ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്ന സമയത്തും പലർക്കും അറിയില്ല, പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടെന്ന് അറിയുള്ളൂ. പക്ഷെ ആ പിഗ്മെന്റേഷൻ മറയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്ത കൺസീലേഴ്സിൻ്റെ എണ്ണം ഭയങ്കര ഭീകരമാണ്. അപ്പോൾ ആ ഒരു ജേർണി, ആ ഒരു പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, വർഷങ്ങളോളം ഫ്രം അഡോളസെൻ്റ് ഏജ് ടു കുറേ വർഷം ടീനേജ്, കുറേ വർഷമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആയിരുന്നു. അതായിരുന്നു എൻ്റെ മെയിൻ ഇഷ്യൂ. ഈ ഹെയർ ഗ്രോത്ത് കുറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ആ പിഗ്മെൻറ്റേഷൻ എങ്ങനെയെങ്കിലും പോകണം എന്നായിരുന്നു എൻ്റെ പ്രധാന കൺസേൺ. അത് എനിക്കിവിടെ വരുമ്പോഴും എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല അത് പോകുമോ, അത് മാറുമോ എന്നുള്ളത്. കാരണം അത് എന്ത് അപ്ലൈ ചെയ്താലോ പോകുന്നത് അതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ല. പക്ഷെ അത് ട്രാൻസ്ഫോം ആയി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓക്കെ ഇങ്ങനത്തുള്ള ട്രീറ്റ്മെൻറ്റ്സും പോസിബിൾ ആണ്, ഇങ്ങനത്തുള്ള ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട് എന്ന് മനസ്സിലായത്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മാത്രം പ്രശ്നമല്ല. ഞാനിപ്പോൾ കാണുന്ന ഒരു മെജോറിറ്റി, ഒരു 60 to 70% ഓഫ് പീപ്പിൾ ലൈക്ക് വിമൻ എനിക്ക് പേഴ്സണലി DM ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫേഷ്യൽ ഹെയർ ഗ്രോത്തിൻ്റെ കൂടെ വരുന്ന പിഗ്മെൻറ്റേഷൻ. അതും പ്രത്യേകിച്ച് ഈ ചിൻ ഏരിയ അല്ലെങ്കിൽ അപ്പർ ലിപ്പ് ഏരിയ, പിന്നെ ഈ ഒരു ഏരിയയിലും അങ്ങനെ കാണാറുണ്ട്. ഓൾസോ നെക്കിൽ PCOD ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഈ നെക്ക് ഏരിയയിലും അണ്ടർ ആമിലും ആംപിറ്റ്സിൻ്റെ അവിടെയൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അവർക്കത് അറിയില്ല എങ്ങനെയാണത് മാറ്റേണ്ടത്, അതിന് പോസിബിൾ ആണോ, ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളതൊന്നും ആൾക്കാർക്ക് അറിയുന്നില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഐശ്വര്യ, ഇപ്പം റെഗുലറായിട്ട് കൺസൾട്ടേഷന് വരുന്ന പുതിയതായിട്ട് വരുന്ന കുട്ടികൾ പറയുന്നത്, ഡോക്ടർ എനിക്കൊരു റുട്ടീൻ പറഞ്ഞതാ. ആസ് എ ഡെർമറ്റോളജിസ്റ്റ് ഞാൻ ചോദിക്കും ഓക്കെ എന്തൊക്കെയാണ് കൺസേൺ, കാരണം ഞാൻ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ, കൺസേൺ എന്തൊക്കെയാണ്. അപ്പോൾ ഈ കുട്ടി പറയുമല്ലോ എൻ്റെ ഇവിടെ കറുപ്പുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഇവിടെ കുരുവുണ്ടൊക്കെ. സോ ദെൻ അവർക്കൊരു റുട്ടീൻ സെറ്റ് ചെയ്യും. ഇൻ ദ സെൻസ് രാവിലെ ഉപയോഗിക്കാനും രാത്രി ഉപയോഗിക്കാനും ഒക്കെ അവരുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പം ഓക്കെ ഇറ്റ്സ് ഓൾ ഡൺ, ഡാൻഡ്രഫ് ഉണ്ടോ എല്ലാം നോക്കി ഒക്കെ ഒരു ടോട്ടലായിട്ട് അവർക്ക് അവരുടെ ഇഷ്യൂസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംഭവം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴും ഐശ്വര്യ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ, ഡോക്ടർ എനിക്ക് സീറമൊക്കെ എഴുതിയിട്ടുണ്ടോ. അവരിപ്പോഴും അവിടെ തന്നെ ആയിരിക്കുന്നത് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ കണ്ട സംഭവങ്ങളൊക്കെ ഡോക്ടർ എഴുതിയിട്ടുണ്ടോ, അതിലേതൊക്കെയാണ് എനിക്ക് എഴുതുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. ലൈക്ക് യു സെഡ്, നമ്മൾ കൺസേൺ അനുസരിച്ച് പോവാം. ലൈക്ക് നെക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടോ, അതല്ലെങ്കിൽ ചുണ്ടിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ ആണോ, ചിന്നിൽ ആൻസറിൻ ഫോളിക്കുലോസിസ് എന്നൊക്കെ പറയും, ചിൻ ഭാഗത്ത് വരുന്ന കറുപ്പ് കുത്തു പോലെ ബമ്പി ആയിട്ടിരിക്കുന്ന സ്കിൻ, ഈ ഭാഗത്ത് വരുന്ന കറുപ്പ്. ഓക്കെ, ചില ആൾക്കാർ സത്യം പറഞ്ഞാൽ ഈ കറുപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ദേ ഫീൽ ദാറ്റ് ഇറ്റ് ഗിവ്സ് എ കോൺടോർഡ് ലുക്ക്. കിം കർദാഷിനെയൊക്കെ പോലൊരു കോൺടോർഡ് ലുക്ക് നമ്മൾ ഇപ്പം കോൺടോർ ചെയ്തിട്ടില്ലേ, ഇതൊന്നും വേണ്ട, അവർക്ക് ആ ഒരു ലുക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഐ ലൈക്ക് ഫൈൻ, ദെൻ യു കീപ്പ് ഇറ്റ്. പക്ഷെ കുറച്ചൊന്ന് ലൈറ്റൻ ആവും വെൻ വി യൂസ് അതർ പ്രോഡക്ട്സ്, അതൊന്ന് ലൈറ്റൻ ആവും. ഈ ഹോർമോണൽ ഇഷ്യൂസിനെ പറ്റി പറയുമ്പം PCOD എന്ന് പറയുന്നത് എവറി 10th person ഫീമെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ PCOD ഉണ്ട്. ഒരു 10 പേരെ കണ്ടാലും ഒരാൾക്ക് അതിൻ്റെ ഹിസ്റ്ററി കാണും കേട്ടോ. പക്ഷെ അതിലും അവർ പറയുന്നത് സ്കിന്നിലായിരിക്കും കൂടുതൽ ചേഞ്ചസ് ആദ്യം കണ്ടു തുടങ്ങുക മിക്ക കേസസിലും. എന്ന് വെച്ചാൽ ജോ ലൈനിലായിരിക്കും കൂടുതലും പിമ്പിൾസ് വരിക. ഓക്കെ, ആ കുട്ടികൾക്ക് നെറ്റിയിലോട്ട് കുരുക്കൾ കാണാറേ ഇല്ല. ഓക്കെ, സാധാരണ അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള പിമ്പിൾസിൻ്റെ പ്രത്യേകത എന്താ, നെറ്റിയിലൊക്കെ കുരുക്കൾ കാണും നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ. പക്ഷേ
നമ്മളൊരു ഹോർമോണൽ ആക്നെ എന്ന് പറയുമ്പോൾ അത് കൂടുതലും ജോ ലൈനിലോട്ടാണ്. ഓക്കെ, കൂടുതലും ഫോക്കസ്ഡ് ആവുക. അപ്പം ഒരു ഹോർമോണൽ ഇഷ്യൂ ഉള്ളപ്പം ആക്നെ വരാം, അമിതമായിട്ടുള്ള ഹെയർ ഗ്രോത്ത് വരാം, അല്ലേ? അപ്പം ഈ ഹെയർ ഗ്രോത്ത് വരുമ്പോൾ ആദ്യം എന്താ ചെയ്യുക, നമ്മൾ പതുക്കെ ഷേവ് ചെയ്യാൻ നോക്കും. ഷേവ് ചെയ്യുന്നത് തെറ്റാന്ന് ഞാൻ പറയില്ല. അതിനൊരു കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. യു വിൽ കീപ്പ് ഓൺ ഷേവിങ് ത്രൂ ഔട്ട് യുവർ ലൈഫ്. പക്ഷേ ഒരു ആക്നെ ടെൻഡൻസി ഉള്ള ഒരാൾ ഷേവ് ചെയ്യുമ്പോൾ പിന്നെയും പിമ്പിൾസ് കൂടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. റിപ്പീറ്റഡ് ഷേവിങ് ഉണ്ടാവുമ്പോൾ പതുക്കെ സ്കിന്നിൻ്റെ ക്വാളിറ്റി തന്നെ മോശമായി തുടങ്ങും, ഒരു പച്ച കളർ വന്നു തുടങ്ങും, അല്ലേ? എനിക്കും അത് തന്നെയായിരുന്നു. യെസ് ആ പിഗ്മെന്റേഷൻ ഇവഞ്ച്വലി ചില ആൾക്കാർക്ക് അത് പതുക്കെ ഡാർക്കായിട്ട് മാറും. ഓക്കെ, ആൻഡ് ചില ആൾക്കാർ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലക്ക് ചെയ്യാറുണ്ടെന്ന് പറയും. പക്ഷെ അതൊക്കെ തെറ്റാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് അത് അണ്ടർഗോ ചെയ്യുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. ഇപ്പം എന്നോട് ചോദിക്കുക, ഡോക്ടർ ഷേവിങ് ആണോ വാക്സിങ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ, ത്രെഡിങ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് ഒരു വിയേർഡായിട്ടൊരു സിറ്റുവേഷനിലാണ് നമ്മളെ അപ്പോൾ കൊണ്ടിടുന്നത്. എന്ന് വെച്ചാൽ ഷേവിങ് നല്ല മോശമാണോ എന്ന് വെച്ചാൽ അല്ല, ഷേവ് ചെയ്തുകൊണ്ട് എന്ത് പറ്റാനാ? ഓക്കെ, വാക്സിങ് മോശമാണെന്ന് വെച്ചാൽ ചൂടടിക്കുക, വാക്സ് ചെയ്യുമ്പോൾ ചൂടടിക്കുക, നമ്മൾ ആ പ്രഷർ കൊടുത്ത് പുള്ളി ചെയ്യുമ്പോഴത്തേക്ക് സ്കിന്ന് കുറച്ചും കൂടെ ലൂസ് ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അഗൈൻ ചൂടടിച്ച് ഫ്രിക്ഷൻ കാരണം പിഗ്മെൻറ്റേഷനും കൂടാം. പക്ഷേ എല്ലാവർക്കും ലേസർ അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷേ ഇപ്പം മുന്നത്തെ പോലെയല്ല, ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ആർ വേ അഫോർഡബിൾ. പണ്ടത്തേക്കാട്ടിലും ഒത്തിരി അഫോർഡബിൾ ആണ് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. എനിക്ക് പണ്ടുണ്ടായിരുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺസെപ്റ്റ് എന്നല്ല, എനിക്കറിയാവുന്നത് ഇലക്ട്രോളിസിസ്, ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്, അങ്ങനത്തെ ഒന്ന് രണ്ട് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇപ്പോഴും അതൊക്കെ ഉണ്ടോന്ന് എനിക്ക് ഇലക്ട്രോളിസിസ് കൂടുതലും ഇപ്പം ആൾക്കാർ കൂടുതലും ലേസർ ഹെയർ റിഡക്ഷനിലോട്ട് ഓപ്പൺ ആണ്. അതാ ഞാൻ ചോദിക്കുന്നത്, ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ഒരാൾക്ക് നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം? അങ്ങനെയല്ല ഐശ്വര്യ. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് പേഴ്സണലി ഹോർമോണൽ ഇംബാലൻസസ് ഒന്നുമില്ല, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഇൻക്രീസ്ഡ് ഹെയർ ഗ്രോത്തും ഇല്ല. എനിക്ക് ഒരു 12 സെഷൻസോളം വേണ്ടി വന്നു. ഓക്കെ, സോ ആ 12 സെഷൻ നോർമലി നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ മന്ത്ലി വൺസാണ് ചെയ്യുക. ഓക്കെ, ആൻഡ് പോകെ ഹെയർ ഗ്രോത്ത് കുറഞ്ഞു വരുമ്പോൾ ഗ്യാപ്പ് കൂടും. ഓക്കെ, എൻ്റെ കേസിൽ ഈ ഒരു 12 സെഷൻ ഞാൻ 2 വർഷമായിട്ട് എടുത്ത് തീർത്തത്. ബിക്കോസ് എനിക്ക് അത്രത്തോളം ഗ്രോത്ത് ഇല്ല. നമ്മൾ ബോഡിയിൽ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ 90-95% റിഡക്ഷൻ വരും. പക്ഷെ ഫേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ടൈം എടുക്കുകയും ചെയ്യും. ആൻഡ് നമ്മൾ തൊട്ട് നോക്കുമ്പം യു ക്യാൻ സ്റ്റിൽ ഫീൽ ആ ഒരു ഹെയർ ഗ്രോത്ത്, പക്ഷെ വിസിബിൾ ആവില്ല. അതാണ് ഇവഞ്ച്വലി സംഭവിക്കുന്നത്. ഇപ്പം ഐശ്വര്യ ചോദിച്ചതുപോലെ, ഇപ്പം ഹോർമോണൽ ഒരു ട്രിഗർ ഉള്ള ആൾക്കും ഓർ ഒരു പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾക്കും ഈ പറയുന്ന എന്നെക്കാട്ടിലും കുറച്ച് കൂടുതൽ നമ്പർ ഓഫ് സെഷൻസ് വേണ്ടി വന്നേക്കാം. ഓക്കെ, എന്താ കാര്യം എന്ന് വെച്ചാൽ, പിന്നെ എന്തിനാ ചെയ്യുന്നത്? എനിക്ക് ആ ഹോർമോണൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടല്ലേ ഹെയർ ഗ്രോത്ത് കൂടുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങൾ, നമ്മളുടെ പച്ച നിറം വരിക, പിഗ്മെൻറ്റേഷൻ വരിക, ആകപ്പാടെ പെൺകുട്ടികൾക്കൊരു മാസ്കുലിൻ ലുക്ക് ഉണ്ടാവുക. ഓക്കെ, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെപ്പോലെ ഇരിക്കാം, അതൊരു ഫീമെയിൽ ലുക്ക് തന്നെ പോവാം. അല്ലെങ്കിൽ ആണുങ്ങളുടെ ഒരു ലുക്കും ആ തിക്നെസ്സും സ്കിന്നിനൊരു റഫ്നെസ്സൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ടു എ ബിഗ് എക്സ്റ്റെൻറ്റ് ലേസർ ഹെയർ റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യും. ബട്ട് യു മൈറ്റ് നീഡ് എ എക്സ്ട്രാ നമ്പർ ഓഫ് സെഷൻസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു നേഴ്സ് വരുമായിരുന്നു. ആ കുട്ടി MICUലാണ്. ആ കുട്ടി ചോദിച്ചു വാങ്ങിയ ഡ്യൂട്ടിയാണ് MICU ഡ്യൂട്ടി. എന്ന് വെച്ചാൽ ദേ ക്യാൻ വെയർ മാസ്ക് ഓൾ ദ ടൈം. ഓക്കെ, അപ്പം കോവിഡ് സമയത്ത് നമ്മളൊക്കെ മാസ്ക് വെയർ ചെയ്തിരുന്നു. അതിൽ നമ്മളൊക്കെ കംഫർട്ടബിളുമായി, കാരണം ഫേസ് കവർ ചെയ്ത് നടക്കാമല്ലോ. അപ്പോൾ ഈ കുട്ടി കോവിഡിന് മുന്നത്തെ കാര്യം MICU ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫേസ് കവർ ചെയ്യണം. അവളുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങുമ്പം, ഷി വാസ് മാരീഡ് ആ സമയത്ത്, രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങുമ്പം ഷേവ് ചെയ്തിട്ട് ഇറങ്ങും. ഓക്കെ, എന്നിട്ട് വർക്കിന് സൈനപ്പ് ചെയ്യും. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അത് മാസ്ക് ഊരണം എന്ന് വിചാരിച്ചിട്ട് കഴിക്കില്ല ഭക്ഷണം. ഓക്കെ, വൈകിട്ട് ടീ ബ്രേക്കിന് മാസ്ക് ഊരുന്നത് വാഷ്റൂമിൽ പോയി ഷേവ് ചെയ്തിട്ടാണ് ഊരുന്നത്. ബിക്കോസ് അത്ര ഗ്രോത്താണ്, അത്ര ഹെയർ ഗ്രോത്ത് ആ കുട്ടിക്ക്. ഓക്കെ, ആൻഡ് അതിൻ്റെ സ്കിന്ന് തൊടുമ്പോൾ തന്നെ forget your skin being smooth or anything. അതൊക്കെ നമുക്ക് അഡ്വർടൈസ്മെന്റ്സിന്റെ ആവശ്യത്തിന് വേണ്ടി പറയാം. അല്ലാതെ നമ്മൾ ആരും അങ്ങനെ സ്മൂത്ത് സ്കിന്നൊന്നും അങ്ങനെ അല്ല. അതൊരു നോർമൽ ഹ്യൂമൻ ബീങ്ങിന് അങ്ങനെ നമ്മൾ കാണുന്ന പോലത്തെ സ്മൂത്ത് സ്കിന്നൊന്നും അല്ല. പക്ഷെ ആ കുട്ടിക്ക് ആ സ്റ്റബ് ഫീൽ ചെയ്യാം വൈകിട്ട് 4 മണിയാകുമ്പം. അങ്ങനെ ഈ കുട്ടി ലേസർ ഹെയർ റിഡക്ഷന് വേണ്ടിയിട്ട് വന്നു.
ഞാൻ പറയട്ടെ, മോർ ദാൻ 25 സെഷൻസ് ചെയ്തു ആ കുട്ടിക്ക് കേട്ടോ. ആ കുട്ടിയുടെ 2 തവണ, ഒരു ദിവസം 2 തവണ ഷേവ് ചെയ്യുന്നത് തന്നെ എനിക്ക് തോന്നുന്നു 8-9 സെഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അത് ഡെയിലി 1 തവണയായിട്ട് കുറഞ്ഞത്. അപ്പം സ്കിന്നിന് അത്രയും ട്രോമ കുറഞ്ഞു വരിക. ഇപ്പം ആ കുട്ടി ഈ അടുത്ത്, ഷീസ് ഇൻ മാൾട്ട, വർക്കിംഗ് ഇൻ മാൾട്ട, ആ കുട്ടിയെ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ വെറുതെ എന്തോ ഓണത്തിൻ്റെ വിശ്വസം കണ്ട ക്ലിനിക്കിൽ നിന്ന് അയച്ചപ്പം ആ കുട്ടി പറയാ, ഇപ്പോൾ 6 months ആയിട്ട് ഞാൻ ഷേവ് ചെയ്തിട്ടില്ല, ഓണം വിഷ് കിട്ടിയപ്പോൾ പറഞ്ഞതാ. സോ നമ്മൾക്ക് ഹോർമോണൽ ഇഷ്യൂ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇതൊരു സോഷ്യൽ സ്റ്റിഗ്മ എന്ന് വേണമെങ്കിലും പറയാം. ആൾക്കാരെ ഫേസ് ചെയ്യണ്ടേ, മോർ ദാൻ ഒരു എസ്തെറ്റിക് കൺസേണും കൂടെ അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഐ ഡോണ്ട് നോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യണമെങ്കിൽ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് ഞാനീ പറയുന്നത്. എന്നാൽ ചിലർക്ക് അത് ഓക്കെ ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. ഓക്കെ, ഇപ്പം ക്ലിനിക്കിൽ കൺസൾട്ടേഷന് വരുമ്പം ചില കുട്ടികൾക്ക് നല്ല ഹെയർ ഗ്രോത്ത് കാണും. ഓക്കെ, ആൻഡ് അവർ പറയുന്നത് ഡോക്ടർ എൻ്റെ കണ്ണിന് ചുറ്റും കറുപ്പാ. ഓക്കെ, ബട്ട് ദെൻ ഞാൻ ആലോചിക്കും, പക്ഷെ എന്താ കൊച്ചു കുട്ടികൾ 22-23 വയസ്സ് എന്താ ഹെയറിനെ പറ്റി അത് പറയാത്തതെന്ന് ആലോചിക്കുമ്പം ദേ ആർ ലൈക്ക് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കും, ഹെയർ ഗ്രോത്തിൻ്റെ എന്തെങ്കിലും ഇസ് ഇറ്റ് ബോദറിങ് യു എന്ന് ചോദിക്കുമ്പോൾ നോ ഡോക്ടർ, ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഗുഡ്, ഇഫ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ് അത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ മനസ്സല്ലേ ഐശ്വര്യ, അല്ലേ? നമ്മുടെ മനസ്സിൽ നമുക്കൊരു സംഭവം ഇഷ്ടമല്ല, നമ്മുടെ മനസ്സിൽ നമ്മളെ വേറൊരു രീതിയിൽ കാണണം എന്നൊക്കെ പറയും. സെൽഫ് ലവിനെ പറ്റിയൊക്കെ പറയാം അല്ലേ? യു ഷുഡ് ലവ് യുവർ സെൽഫ്, നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം, ഒക്കെ ശരിയാ. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, നമ്മൾ ഒത്തിരി വിസിബിൾ ആയപ്പോൾ നമ്മൾക്ക് ഇച്ചിരി ആഗ്രഹങ്ങളൊക്കെ വന്നു അല്ലേ? നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയി, ഞാൻ ഉൾപ്പെടെ അല്ലേ? അപ്പം അത് നമ്മൾക്കൊക്കെ നമ്മുടേതായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പം ഇഫ് യു ആർ ഓക്കെ വിത്ത് സംതിങ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കണ്ട. അതായത് ലേസർ ചെയ്തെന്നും പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വെൻ ഐ ഹാവ് എ ഹെയർ ഗ്രോത്ത്, വെൻ ഐ ഹാവ് PCOD ഞാൻ ലേസർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും അല്ല. PCOD ഉണ്ടോ, എന്ത് ഹോർമോണൽ ട്രിഗർ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് എക്സസീവ് ഹെയർ ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും യു ക്യാൻ വെരി വെൽ ഗെറ്റ് ഇറ്റ് ഡൺ. ആൻഡ് ഓൾസോ അതിൻ്റെതായ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ഇപ്പം ഐശ്വര്യയുടെ അടുത്ത് നമ്മൾ കൺസൾട്ടേഷൻ്റെ സമയത്ത് പറഞ്ഞില്ലേ അല്ലേ? അതാണ് കുറെ പേർക്കും അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അത് പെയിൻഫുൾ ആണോ, അത് എന്തെങ്കിലും ഇതുപോലത്തെ ബേൺ ഔട്ട്സ് ഉള്ള അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുമോ, അതേപോലെ മന്ത്ലി എത്ര സെഷൻസ് എടുക്കണം, ഇതൊക്കെ ആൾക്കാർക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു കൺസേൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐശ്വര്യക്ക് ഒത്തിരി വേദന എടുത്തോ ലേസർ ചെയ്തപ്പോൾ? തുറന്നു പറഞ്ഞോ, ഈ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടല്ല, യു ടെൽ ദ ട്രൂത്ത്. എനിക്ക് ആദ്യത്തെ സെഷൻ, കാരണം എനിക്ക് ആ സമയത്ത് ഭയങ്കര ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പൊ ആദ്യത്തെ ഒരു 2-3 സെഷൻ എനിക്ക് കുറച്ച് പെയിൻഫുൾ ആയിരുന്നു. കാരണം എൻ്റെ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിരുന്നു. എൻ്റെ ഹെയർ, ഫേഷ്യൽ ഹെയർ നല്ല തിക്കായിരുന്നു. എസ്പെഷ്യലി ചിൻ ഏരിയ. എനിക്ക് അപ്പർ ലിപ്പ് അത്ര ഉണ്ടായിരുന്നില്ല, പക്ഷെ ചിൻ ഏരിയയിൽ നല്ല പോലെ തിക്ക്, ആണുങ്ങളുടെ ബിയർഡ് പോലെ തന്നെ തിക്കായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നല്ല പെയിൻ ഉണ്ടായിരുന്നു ഒരു 2-3 സിറ്റിങ്. പക്ഷെ അതിനുശേഷം എനിക്ക് അങ്ങനെ അധികം പെയിൻ ഫീൽ ചെയ്തിട്ടില്ല. ഐശ്വര്യ എത്ര തവണ ഷേവ് ചെയ്യുമായിരുന്നു? ഷേവിങ് ആയിരുന്നില്ലേ ചെയ്തോണ്ടിരുന്നത്? ഒരു ദിവസം ഞാൻ ഒരു 2 ദിവസം കൂടുമ്പോൾ ഷേവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഐശ്വര്യക്ക് PCOD ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളാണ് ഐശ്വര്യയുടെ ചോദ്യം തന്നെ. PCOD ഉള്ള ആള് ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, കുറയോ? ഐശ്വര്യക്ക് PCOD ഉണ്ട്. ഐശ്വര്യ എവറി 2 days കൂടുമ്പോൾ ഷേവ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പം എത്ര തവണ ഷേവ് ചെയ്യും? ഇപ്പം എനിക്ക് ഓർമ്മ പോലും ഇല്ല ഞാൻ ലാസ്റ്റ് ടൈം എന്നാണ് ഷേവ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 1 month ആയിട്ടുണ്ടാവും. കറക്റ്റ്. നമ്മൾ പ്രീവിയസ് സെഷൻ എപ്പോഴാണ് ചെയ്തത് ലേസർ? ലാസ്റ്റ് മന്ത്. ടോട്ടൽ എത്ര എണ്ണം ചെയ്തു? ഒരു 6 ചെയ്തിട്ടുണ്ട്. മന്ത്ലി വൺസ് അല്ലേ? ഇനി ഇപ്പൊ പതുക്കെ അതെന്താ പറ്റാൻ പോകുന്നത്, ഈ മന്ത്ലി വൺസ് എന്നുള്ളത് ഗ്യാപ്പ് കൂടി വരും. കാരണം ഗ്രോത്ത് അനുസരിച്ചേ ചെയ്യുള്ളൂ. ഇപ്പം ഐശ്വര്യയുടെ ചോദ്യങ്ങൾ 1 by 1 ഞാൻ അത് ക്രാക്ക് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് പെയിൻഫുൾ ഓർ നോട്ട്, ഈസ് ഇറ്റ് പെയിൻഫുൾ ഓർ നോട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് സബ്ജക്റ്റീവ് ഐശ്വര്യ. ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്യാൻ നമ്മിങ് ക്രീം അപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ബിക്കോസ് എനിക്കത് മാൻഡേറ്ററി, ബിക്കോസ് ഐ ഫൈൻഡ് ഇറ്റ് വെരി പെയിൻഫുൾ. സോ പെയിൻ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവായിട്ടുള്ളൊരു ഫീലിംഗാണ്. ഒരു ചെറിയൊരു ചൂട് അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നമ്മളിങ്ങനെ തട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അല്ലാതെ എത്ര പെയിൻലെസ് ആണെന്ന് അഡ്വർടൈസ് ചെയ്താൽ പോലും ഒരു സെൻസേഷൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അതൊക്കെ നമ്മുടെ പെയിൻ ത്രെഷോൾഡ് അനുസരിച്ചിരിക്കും. നൗ ബേൺസിനെ പറ്റി പറയുകയാണെങ്കിൽ പിഗ്മെൻറ്റഡ് സ്കിന്നിന് ബേൺ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ഐശ്വര്യയുടെ കാര്യമല്ല പറയുന്നത്, ഞാൻ എന്നെപ്പോലുള്ള ആൾക്കാരുടെ ബ്രൗൺ സ്കിന്നിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, എന്നെപ്പോലുള്ള ആൾക്കാരുടെ ബ്രൗൺ ആൻഡ് കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടുള്ള ആൾക്കാർക്ക്
ബേണിനുള്ള എല്ലാ ടെൻഡൻസിയും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ കറക്റ്റ് ടൈം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ട് ടോപ്പിക്കൽസ് മെഡിസിൻസ് കൊടുക്കുക, ആൻഡ് 3-4 ഡേയ്സ് കൊണ്ട് അത് മങ്ങും. പക്ഷേ ചില ആൾക്കാരുടെ സ്കിൻ ഭയങ്കര എന്താ പറയുക, തിക്കായിട്ടുള്ള തിക്ക് പിഗ്മെൻറ്റഡ് സ്കിൻ ആൻഡ് മുടിയുടെ തിക്നെസ് ഭയങ്കര കൂടുതലുള്ള ആൾക്കാർക്ക് ആണ് ഇതിനുള്ള ഒരു പോസിബിലിറ്റി. എനിക്ക് ഈ അടുത്തൊരു പേഷ്യൻറ്റ് വന്നു, അവർ 8-9 സെഷൻസ് ഓഫ് ലേസർ ഹെയർ റിഡക്ഷൻ വേറെ ഏതൊരു ക്ലിനിക്കിൽ നിന്ന് ചെയ്തു. നല്ല ഹെയർ ഉണ്ട് ആ കുട്ടിക്ക്, ഓക്കെ. പക്ഷേ അതിന് ബേണൊന്നും വന്നിട്ടില്ല. അപ്പം എനിക്കത്, ഞാൻ ക്ലിനിക്കിനെ പറ്റി അന്വേഷിച്ചപ്പം അവിടെ ഡെർമറ്റോളജിസ്റ്റ് അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഓബ്വിയസ്ലി അവർക്കൊരു ഭയം കാണും, ഞങ്ങൾ ചെയ്താൽ ബേൺ ആവുമോ. അപ്പം നമ്മൾക്ക് ബേൺ ആയാലും ട്രീറ്റ് ചെയ്യാൻ വി ക്യാൻ ഫിക്സ് ഇറ്റ് ഈസിലി. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ആ കുട്ടിക്ക് സബ് ക്ലിനിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ തീരെ ലോ എനർജി എന്ന് തന്നെ പറയാം. വളരെ ലോ എനർജി ആയിരുന്നു ഡെലിവർ ചെയ്തിരുന്നത്. ഞാനത് അവരുടെ അടുത്ത് പാരാമീറ്റേഴ്സ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പം അതിൽ തന്നെ മനസ്സിലാക്കാൻ നമ്മൾ ബേൺ ആകുമോ എന്ന് പേടിച്ച് ചെയ്തപ്പോൾ കുട്ടിക്ക് റിസൾട്ടും ഇല്ല, കാശും സ്പെൻഡായി. പക്ഷേ ഒരു ഗുഡ് തിങ് ഈസ് ബേൺ വന്നിട്ടുമില്ല. പക്ഷെ ആ കുട്ടി ഓൾറെഡി എത്രയോ നമ്പർ ഓഫ് സെഷൻസ് തീർത്തു അല്ലേ. ആൻഡ് ദെൻ ഐ ഓൾസോ ടോൾഡ് ഹർ, സി ബേണിനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റില്ല. സോ ഒരു ഇവൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ, ഒരു കല്യാണമോ ഒരു ഫംഗ്ഷനോ, നമുക്കൊരു സോഷ്യൽ ഡൗൺ ടൈം വേണ്ടി വന്നേക്കാം. അപ്പം അങ്ങനെ വല്ല ഫംഗ്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അതിനോട് അടുപ്പിച്ച് ചെയ്യണ്ട. ഇൻ കേസ് നമുക്കിങ്ങനെ വല്ലതും പറ്റുവാണെങ്കിൽ നമുക്കത് ഫിക്സ് ചെയ്യാനും പറ്റണം. ഒരു 5-6 ദിവസം നമ്മുടെ കയ്യിൽ വേണം. സോ അങ്ങനെ പറഞ്ഞിട്ട് വി സൈൻഡ് ഹർ അപ്പ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ആക്ച്വലി ഷീസ് റെസ്പോണ്ടിങ്. അവൾക്ക് അത്ര പെയിൻഫുൾ ഒന്നും അല്ല. അതാ ഞാൻ പറഞ്ഞത്, ബേൺ എന്നുള്ളത് പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റില്ല ഐശ്വര്യ, ഓക്കെ. സോ അതും നമ്മൾക്ക് ഇപ്പം സൈക്കിൾ ചവിട്ടുന്നു, ഓക്കെ, നമ്മൾ സൈക്കിൾ ചെയ്ത് പോകുന്നു, അയ്യോ വീഴുവോ ഒരയുവോ എന്ന് പേടിച്ച് പോയാൽ നമ്മളത് ചെയ്യുവോ? ഇല്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു, അയ്യോ വണ്ടി തട്ടുവോ എന്ന് പേടിച്ചാൽ ഡ്രൈവിങ് നടക്കുവോ? ഇല്ല. ലൈക്ക് വൈസ് ഇതിൻ്റെ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ എങ്ങനെ സെഷൻസ് സ്പേസ് ചെയ്യണം അല്ലേ? ഇറ്റ് ഈസ് റൺ മന്ത്ലി വൺസ് നോർമൽ സിനാരിയോയിൽ. ഇപ്പം ഐശ്വര്യയ്ക്ക് നമ്മൾ ഇന്ന് ലേസർ ചെയ്തു എന്ന് വെച്ചോ, ഓക്കെ, ആൻഡ് ഡേ 5 ഒക്കെ ആയപ്പോഴത്തേക്ക് നല്ലപോലെ ഗ്രോത്ത് പിന്നെയും വന്നു. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഓക്കെ. 5ാമത്തെ ദിവസം ഇപ്പോൾ നല്ല ഗ്രോത്ത് വന്നു. ഐശ്വര്യയ്ക്ക് ഒരു 10ാമത്തെ ദിവസം അല്ലെങ്കിൽ 15ാമത്തെ ദിവസം ഒരു ഇവൻറ്റ് ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ, ഓക്കെ. ഐശ്വര്യയ്ക്ക് മുടിയും വെച്ചിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഷേവ് ചെയ്യും, ഓക്കെ. ഷേവിങ്, നോ വാക്സിങ്, നോ ത്രെഡിങ്, ഓക്കെ. എന്താ കാര്യം എന്ന് വെച്ചാൽ വാക്സ് ചെയ്യുമ്പോഴും ത്രെഡ് ചെയ്യുമ്പോഴും മുടിയെ പിഴുത് കളയുക. ഈ ലേസർ ലൈറ്റാണ്, ഇറ്റ്സ് നോട്ട് റേഡിയേഷൻ, ഓക്കെ. ഈ ലേസർ ലൈറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഐശ്വര്യ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ അറിയാമല്ലോ, ഒന്ന് ഷേവ് ചെയ്യില്ലേ? അപ്പോൾ ഷേവ് ചെയ്യുമ്പം മുടി അവിടെ ഉണ്ട്, നമ്മുടെ നേക്കഡ് ഐക്ക് കാണത്തില്ല എന്നേ ഉള്ളൂ, ഓക്കെ. മുടി ഇവിടെ നിന്ന് മുറിഞ്ഞു പോവുമല്ലേ. ആ ലൈറ്റിന് ഒരു ടാർഗറ്റ് ഉണ്ട്, കറുത്ത മെലാനിൻ, ഓക്കെ. ആ ടാർഗറ്റ് പിടിച്ചിട്ടാണ് ആ മുടിയുടെ തിക്നെസ്സിൽ ഉള്ളിലോട്ട് അത് പെനിട്രേറ്റ് ചെയ്യുക, തിരിച്ചു വരിക. അപ്പം പിഴുത് കളഞ്ഞു, വാക്സിങ്ങോ ത്രെഡിങ്ങോ ചെയ്ത് പിഴുത് കളയുവാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഹെയർ ഇല്ല അവിടെ. അതേപോലെ ഐശ്വര്യ ബ്ലീച്ച് ചെയ്തിട്ട് വരികയാണെങ്കിൽ എന്ത് പറ്റും? ഓക്കെ, നമ്മൾക്ക് കറുത്ത മെലാനിൻ ഇല്ലല്ലോ. അപ്പോൾ ഒരു സെഷൻ കാശ് വെറുതെ പോയി. ആൻഡ് ദെൻ ഐശ്വര്യയുടെ ഹസ്ബൻഡ് ഞങ്ങളെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യും അല്ലേ. സോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെയൊക്കെയുള്ള ഡൂസ് ആൻഡ് ഡോൺസും നിങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സിലായില്ല. സോ ലേസർ ഹെയർ റിഡക്ഷൻ വരുമ്പോൾ വൺസ് എ മന്ത് ആണ് ഐഡിയലി ചെയ്യാറ്. 20 days ഒക്കെ കഴിയുമ്പോൾ ചില കേസസിൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ 1 മാസം കഴിഞ്ഞു, ഇപ്പം ഐശ്വര്യയ്ക്ക് തോന്നുന്നുണ്ട് എല്ലായിടത്തും ഹെയർ വന്നിട്ടില്ല, അവിടെ ഇവിടെ അങ്ങനെയല്ലേ തോന്നുന്നത്. അപ്പം അതൊക്കെ കവർ ചെയ്ത് പോകാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയും ഒരു 60 to 70% ഗ്രോത്ത് വരട്ടെ എന്നിട്ട് ചെയ്താൽ മതി, വെറുതെ ഒരു സെഷൻ കളയണ്ട. സോ അങ്ങനെ നമ്മൾ ഗ്യാപ്പ് കൂട്ടി പോകും. നമുക്ക് ഈ പീരിയഡ്സിന് ഒരു 1 വീക്ക് മുന്നേ ചിലർക്ക് പിമ്പിൾസ് വരാറുണ്ട്, ഒക്കേഷണലി പിമ്പിൾസ് വരാറുണ്ട്. ചിലർക്ക് ഈ PCOD അല്ലെങ്കിൽ ഹോർമോണൽ റിലേറ്റഡ് വരാറുണ്ട്, പിമ്പിൾസ് വരാറുണ്ട്. ചിലർക്ക് സ്ട്രെസ് അടിക്കുമ്പോൾ വരാറുണ്ട്. ചിലരുടെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ഈ ഫുഡ് ഹാബിറ്റ്സ് മോശമാവുന്ന സമയത്ത് വരാറുണ്ട്. ഈ ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള ഒരാൾക്ക് കൂടുതൽ ഇപ്പം ഡയറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ പീനട്സ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് വിസിബിളി വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് സ്കിന്നിലേക്കാണ്. പിമ്പിൾസ് വരുന്നതാണ് വിസിബിളി വരുന്നൊരു ചേഞ്ച്. അപ്പം അതെങ്ങനെയാണ്
അങ്ങനൊരു ചേഞ്ച് അവരുടെ സ്കിന്നിലേക്ക് കാണിക്കുന്നത്? ഞാൻ എപ്പോഴും പറയും, ഇപ്പം ആസ് എ ഡോക്ടർ ഞാൻ ഇരിക്കുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരുന്നു. അതിനേക്കാളും മേലെ നമ്മൾ നമ്മുടെ ബോഡീനെ മനസ്സിലാക്കാൻ നോക്കുക. നമ്മൾ നമ്മളുടെ ബോഡീനെ ലിസൺ ചെയ്യുക. അവരെന്തൊക്കെയാണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ നമ്മുടെ ബോഡിയെടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് മനസ്സിലാക്കാൻ നോക്കുക. എന്തൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് പ്രശ്നം തോന്നിയത്, മനസ്സിലായില്ലേ? സോ ഇപ്പം പീനട്സിന് കേൾക്കാം, ഷുഗർ, ജിഞ്ചറിന് കേട്ടിട്ടുണ്ട്. ഇമാജിൻ ഇഞ്ചി ഈസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി. ഞാൻ മുന്നത്തെ ഒരു പോഡ്കാസ്റ്റിലും പറഞ്ഞിരുന്നു, ഇഞ്ചി കഴിക്കുമ്പം കുരു വരുന്നു എന്ന് പറയുന്നുണ്ട്. ഓർ ഇപ്പം ബീച്ചിൽ പോകുന്നു, പൊടിയുള്ള കാറ്റടിക്കുമ്പോൾ കുരു വരാം, പിമ്പിൾസ് വരാം, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ വരാം, പീരിയഡ്സിന് മുന്നേ വരാം, സ്ട്രെസ് ഇൻഡ്യൂസ്ഡ്, എക്സാമിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ഓക്കെ, ജിമ്മിൽ പോകുന്ന ആൾക്കാർ, ഓക്കെ, അതിൽ എനിക്ക് തോന്നുന്നൊരു 10% ആൾക്കാർക്ക് ഫ്ലെയറപ്പ് വരാതിരിക്കുന്നുള്ളൂ. അത് ഹോർമോണൽ ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാർക്ക് വരെ ആ ഒരു സംഭവം കാണാറുണ്ട്. അത് നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു കൺസൾട്ടേഷന് വരുന്ന സമയത്ത് ചിലപ്പം വർക്ക്ഔട്ട് റിലേറ്റഡ് അതെനിക്ക് കുറേ വരുന്നൊരു ക്വസ്റ്റ്യൻ. ഐശ്വര്യ, അത് പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ കൺസൾട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് അതാ, ഒരു ഡെർമാറ്റ് കൺസൾട്ടേഷൻ്റെ പ്രാധാന്യം അതാണ്. ഓക്കെ, അത് നമുക്കൊരാളുടെ ഹിസ്റ്ററി, അവരുടെ ഡയറ്റ് പാറ്റേൺ, അവരുടെ ലൈഫ് സ്റ്റൈൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഓക്കെ, ആൻഡ് വേരിയസ് ബ്ലഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും, ഇൻക്ലൂഡിങ് അൾട്രാസൗണ്ട് ആബ്ഡമൻ. ഓക്കെ, പിന്നെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ടേക്കിംഗ്, അവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിനിക്കിൽ വരുമ്പോൾ ഡോക്ടർക്ക് ഭയങ്കര വെയിറ്റിംഗ് ആണെന്ന് പറയുമ്പം ചില സമയം ഹിസ്റ്ററി ടേക്കിംഗ് തന്നെ പ്രൊലോങ്ഡ് ആയിട്ട് അങ്ങ് പോകും. നമുക്ക് ഇരുന്ന് ഒരു 10-15 മിനിറ്റ് നിങ്ങളുടെ അടുത്ത് ഇരുന്ന് ജ്യോത്സ്യന്മാർ ചോദിക്കുന്ന പോലെ സ്കാൻ ചെയ്തെടുക്കുമ്പോഴേ നമ്മൾക്കതൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ. ബട്ട് പെയിൻഫുൾ പിമ്പിൾസ് ടുവേർഡ്സ് ഈ ജോ ലൈനിൽ വരുന്നത് കൂടുതലും ഒരു ഹോർമോണൽ ട്രിഗർ തന്നെയാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പെർട്ടിക്കുലർലി എടുത്ത് ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, പലർക്കും ചിലപ്പോൾ വർക്കൗട്ട് റിലേറ്റഡ് വരും, 1-2 പിമ്പിൾസ് വരും. ചിലർക്ക് പീരിയഡ്സിന് മുന്നേ 1-2 പിമ്പിൾസ് വരും. അല്ലെ ചിലർ ഗട്ട് ഹെൽത്ത് മോശമായി വരും. അപ്പം ഇതെല്ലാം ചിലപ്പോൾ ഹോർമോണൽ പ്രശ്നം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന കുറേ പേരുണ്ട്. ആദ്യം വേണ്ടുന്നത് ഒരു കൺസൾട്ടേഷൻ ആണെന്നുള്ളത് നമ്മൾ അതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് പറഞ്ഞു കൊടുത്താലും അവർക്ക് ഭയങ്കരമായിട്ടും അവർ സ്ട്രെസ്ഡ് ആവുന്നത് അല്ല, ചിലപ്പോൾ എനിക്ക് ഹോർമോണൽ പ്രശ്നം കൊണ്ടായിരിക്കും. സെൽഫ് ട്രീറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. ഉണ്ട്. ഓക്കെ, ഈ ചില ഓയിൻമെന്റ്സ് ഈ അടുത്തില്ലേ ഒരു കുട്ടി പറഞ്ഞു, ഡോക്ടർ ഞാൻ സുഡു ക്രീം ഇട്ടു. ഓക്കെ, സുഡു ക്രീം അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കുരു വല്ലാണ്ട് കൂടി, അതിൻ്റെ മാർക്സാ. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഈ സുഡു ക്രീം? ഓക്കെ, കേട്ടിട്ടുണ്ടോ ഐശ്വര്യ? ഓക്കെ, തായ്ലൻഡിലും UAE ഒക്കെ ഇഷ്ടം പോലെ സാധനം കിട്ടുന്ന സാധനം സുഡു ക്രീം. ആ കുട്ടി അതെനിക്ക് ബോട്ടിൽ തന്നു. ഞാൻ ഇന്ന് എടുക്കണം എന്ന് വിചാരിച്ചതാണ്. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് തരുമോ, ഒക്കെ എനിക്കൊരു അടുത്തൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഐ വോണ്ടഡ് ഇറ്റ്. അപ്പം അതിൽ എന്തൊക്കെയാണ് എഴുതിയേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അത് അപ്ലൈ ചെയ്തപ്പം കുരു കൂടി. അപ്പം ഞാൻ ചോദിച്ചു അത് എന്തിനാണ് അപ്ലൈ ചെയ്തത്? അതെനിക്ക് ചെറുതായിട്ട് കോൺഫിഡൻസ് വന്നപ്പം കുരു കുറഞ്ഞു എന്ന് വേറൊരു ഫ്രണ്ടിന് കുരു കുറഞ്ഞു, അതുകൊണ്ട് ഞാനത് അപ്ലൈ ചെയ്തു എന്നാണ് പറഞ്ഞത്. അതാ പറഞ്ഞത്, ഈ സെൽഫ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണിത്. ഇപ്പം ഐശ്വര്യക്ക് എനിക്കറിയാം ഞാൻ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന്. അതിൽ ചിലതൊന്നും എൻ്റെ സ്കിന്നിൽ പറ്റില്ല ഐശ്വര്യ. ഓക്കെ, ദോ എനിക്കും ഈ ഒരു ജോ ലൈൻ ഏരിയയിൽ വരുന്ന പിമ്പിൾസ് വരാറുണ്ട്, ഐശ്വര്യക്കും PCOD, ഹോർമോണൽ ആക്നി ഉണ്ട്. ഒരേപോലെ 2 പേരാണെങ്കിൽ പോലും നമുക്ക് ഒരേ പ്രോട്ടോക്കോള് പറ്റില്ല. അതാണ് ആസ് എൻ ഇൻഫ്ലുവൻസർ. ഇപ്പം ഐശ്വര്യ നാളെ ഈ പ്രോഡക്ട്സ് ഒക്കെ കാണിച്ചു എന്നും പറഞ്ഞ് അത് എനിക്കൊന്ന് 1000-ൽ ഒരാൾക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ ഒരിക്കലും ഇപ്പം നമ്മൾക്ക് തന്നെ ഡ്രസ്സിങ് തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഇല്ല. എല്ലാം ഓരോരുത്തരുടെ സ്കിൻ ഡിഫറെൻ്റാണ്. നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇപ്പം ചിലർ ചോദിക്കും എനിക്ക് നല്ല ഗ്ലോ വേണം, തിളങ്ങണം, അല്ലേ, ഒരു മേക്കപ്പ് ഇട്ട പോലത്തെ ഫീൽ, അത് മതി ഡോക്ടർ. അല്ലെങ്കിൽ എനിക്കൊക്കെ ആണെങ്കിൽ വെള്ളം പോലെ ഇരിക്കണം, ഒന്ന് അപ്ലൈ ചെയ്തൊരു ഫീലേ പാടില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. അഗൈൻ കമ്മിങ് ടു പിമ്പിൾസ്, അത് ഒരു തറ കൺസൾട്ടേഷന് ശേഷം, ഒരു പ്രോപ്പർ കൺസൾട്ടേഷന്, ഡെർമാറ്റ് കൺസൾട്ടേഷന് ശേഷം മാത്രമേ നമുക്കത് ഐഡൻറ്റിഫൈ പറ്റൂ. ദോ മുഖക്കുരു എന്ന് പറയുന്നത് വളരെ കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും ഒരു ഡീറ്റെയിൽഡ് ഒരു വർക്കപ്പ് വേണ്ടി വരാറുണ്ട് ചില കേസസിൽ. ഇപ്പോൾ ഫംഗൽ ആക്നി ഉണ്ട്, അല്ലേ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാവാം, ചിലപ്പോൾ ടോപ്പിക്കൽ സ്റ്റിറോയിഡ്സിൻ്റെ അബ്യൂസ് കാരണം
തന്നെ ആൾക്കാർക്ക് കുരു വരുന്നതാവാം. Dandruff പിന്നെ അതൊക്കെ അങ്ങനെ പല 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 പറയാതിരിക്കാം. ചില ആൾക്കാർക്ക് കുരു വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ അനുബന്ധിച്ച് പനി വരുന്ന ഒരു ടൈപ്പ് ഓഫ് കുരുവുണ്ട്. ട്രങ്കൽ ആക്നെ, ബാക്കിൽ കുരു വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെതൊക്കെ മെഡിക്കൽ ടേംസിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഹിസ്റ്ററി ചോദിച്ചു വരുമ്പോൾ നമ്മൾ ഫൈനലി ചെയ്യുന്നത് ഇത്തരം പലതരം സാധനങ്ങൾ സപ്ലിമെന്റ്സ് തരുമല്ലോ ആശാന്മാർ. ഞാൻ അവരെ മോശമായിട്ട് പറയുകയല്ല. ദേ ആർ ഗുഡ് അറ്റ് വാട്ട് ദേ ഡു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഡയറ്റ് കൗൺസിലിംഗ്, പ്ലീസ് ഗോ ടു യുവർ എക്സ്പെർട്ട്. ഈവൻ ഞങ്ങളെ പോലും പറയില്ല, ഗോ ടു യുവർ ക്വാളിഫൈഡ് ഡയറ്റീഷ്യൻ. ന്യൂട്രീഷനിസ്റ്റ് എന്ന് ഞാൻ പറയില്ല, ഗോ ടു യുവർ ക്വാളിഫൈഡ് ഡയറ്റീഷ്യൻ. ഫേഷ്യൽ ഹെയറിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പുറത്താരും അറിയാണ്ടിരിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ വാക്സിങ് അല്ലെങ്കിൽ ഷേവിങ്, ത്രെഡിങ് ആയിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വാക്സിങ് ആയിരുന്നു. അപ്പോൾ അത് വാക്സിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറേ പിമ്പിൾസ് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി വാക്സിൻ റിലേറ്റഡ് പിമ്പിൾസ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പതുക്കെ അതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് അത് ത്രെഡിങ്ങിലോട്ട് മാറ്റി. അപ്പോൾ സെൽഫായിട്ട് നമുക്ക് ത്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഈവൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് സലൂണിൽ പോയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് ഞാൻ നേരെ സ്വിച്ച് ചെയ്ത് അത് ഷേവിങ്ങിലോട്ടാക്കി. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേവ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ തിക്നെസ് കൂടുന്നതായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ അതിനെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഐശ്വര്യ, നമ്മുടെ ഹെയർ ഗ്രോത്ത് ഹാപ്പൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്കിന്നിൻ്റെ മേലെ നിന്നാണോ സ്കിന്നിൻ്റെ താഴെ നിന്നാണോ? അണ്ടർ, ബിനീത്ത് സ്കിൻ, ഫ്യൂ മില്ലിമീറ്റർ ബിനീത്ത് സ്കിൻ യു ഹാവ് യുവർ ഹെയർ ഫോളിക്കിൾ. അത് അവിടെ നിന്ന് ഇങ്ങനെ ഗ്രോ ചെയ്ത് വരുന്നു. ഹെയർ ഫോളിക്കിളിൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്കിന്നിൻ്റെ താഴെ കുറച്ച് കട്ടി കൂടിയതായിരിക്കും, മേലോട്ട് വരുമ്പം അറ്റം എത്തുമ്പോഴത്തേക്ക് തിന്നായിരിക്കും. ഓക്കെ, നമ്മൾ വാക്സിങ്ങും ത്രെഡിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറ്റുക? പിഴുത് കളഞ്ഞ് കഴിയുമ്പോൾ പുതിയ ഹെയർ ഗ്രോ ചെയ്യില്ലേ അവിടെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. ആ ഗ്രോ ചെയ്യുമ്പം ആദ്യം നമ്മുടെ സ്കിന്നിന് പുറത്ത് വരുന്ന എന്തായിരിക്കും? ആ കട്ടി കുറഞ്ഞ മുടിയുടെ ടിപ്പാണ്. ഈ അറ്റം, കട്ടി കുറഞ്ഞ അറ്റമായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വാക്സ് ചെയ്യുമ്പോഴത്തേക്കും മുടിയുടെ കട്ടി കുറയുന്നു. നൗ അബൌട്ട് ഷേവിങ്. ഓക്കെ, ഷേവ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഇവിടുന്ന് മുറിച്ച് കളയല്ലേ ചെയ്യുന്നത്. അതായത് സ്കിന്നിൻ്റെ താഴെ നിന്ന് ബ്രോഡായിട്ടുള്ള ഫോളിക്കിളിൽ നിന്ന് ബ്രോഡായിട്ട് ഹെയർ കിളിച്ച് വരുന്നു. ഇവിടെ നിന്ന് അത് മുറിച്ച് കളയുമ്പോൾ ആ ബ്രോഡർ പാർട്ടാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഗ്രോത്ത് വരുമ്പം അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ കട്ടി കൂടിയതായിട്ട് നമുക്ക് തോന്നും. സോ ഇറ്റ്സ് ജസ്റ്റ് എ മിത്ത്. അല്ലാതെ മനസ്സിലായോ? അല്ലാതെ ഷേവ് ചെയ്യുവാണെങ്കിൽ ഹെയർ ഗ്രോത്ത് കൂടുന്നു എന്ന് പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ മുടിയില്ലാത്ത എല്ലാ ആൾക്കാരും അല്ലേ ഒന്ന് ഷേവ് ചെയ്താൽ പോരെ നല്ല തിക്നെസ് ഉള്ള മുടി വളരാൻ അല്ലേ? സോ ദാറ്റ് ഇസ് എ മിത്ത്. അതുകൊണ്ട് അങ്ങനെ വരത്തില്ല. ഈ പറഞ്ഞ പോലെ ഈ വാക്സിങ്ങും ഷേവിങ്ങും ചെയ്യുമ്പോൾ വരുന്ന പിമ്പിൾസ് എന്ന് പറഞ്ഞില്ലേ, അത് കൂടുതൽ സമയം അതൊരു സ്റ്റെറൈലായിട്ടുള്ള സംഭവമായിരിക്കും. കാര്യം നമ്മുടെ മുടിയിൽ കെരാറ്റിൻ ഉണ്ടല്ലോ, ആ കെരാറ്റിൻ നമ്മുടെ പെരി ഫോളിക്കുലർ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഈ ഫോളിക്കിളിന് ചുറ്റും ഇങ്ങനെ അതാണ് ഈ കുരു ആയിട്ട് വരാറ്. സോ നീഡിൻ ബി എ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എല്ലാ തവണ ആവണം എന്നില്ല. പക്ഷെ അതുകൊണ്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ്. അപ്പം ലേസർ ചെയ്യാവോ എന്ന് ചോദിക്കുവാണെങ്കിൽ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ആ പ്രോസസ്സ് എങ്ങനെ ഷേവ് ചെയ്തിട്ടാണ് ചെയ്യണത്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ വി കൈൻഡ് ഓഫ് ഇൻട്രൊഡ്യൂസ് പിമ്പിൾ റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റ്സ്, പിമ്പിളിനെ കൺട്രോൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഓൾസോ. വൈ? ബിക്കോസ് ആ ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ അതും കൂടെ സൈഡിൽ കൂടെ കൺട്രോൾ ചെയ്ത് ക്രീംസ് ഒക്കെ കൊടുത്ത് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 5-6 സെഷൻ കഴിയുമ്പം ഹെയർ ഗ്രോത്തും കുറയും, ലേസർ അത്ര ഫ്രീക്വൻ്റ്ലി വേണ്ടിയും വരില്ല, പിന്നെ സ്കിന്നിനുള്ള ട്രോമയും കുറഞ്ഞിരിക്കും. അതേപോലെ എനിക്ക് ഫ്രീക്വൻ്റ്ലി കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം ഞാൻ ഫിറ്റ്നസ് റിലേറ്റഡ് ഉള്ള ഒരാളായതുകൊണ്ട് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഹെയർ എങ്ങനെ കെയർ ചെയ്യുന്നു. ചിലരുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ വർക്കൗട്ടും ഡയറ്റും പ്രോപ്പറായിട്ട് എടുത്ത് തുടങ്ങുമ്പോഴാണ് അവർക്ക് ഹെയർ ഫോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരാനുള്ളതാണ്. നമ്മുടെ റുട്ടീൻ എന്നൊന്ന് മാറ്റം വരുമ്പോൾ ഓക്കെ വി ഗോ ത്രൂ സ്ട്രെസ്. അത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് നമ്മളങ്ങ് ഡിപ്രസ്ഡ് ആവുമെന്നല്ല, നമ്മളുടെ റുട്ടീനിൽ നിന്നൊരു ചേഞ്ച് വരുമ്പോൾ തന്നെ ഉള്ളിലൊരു ഒരു ഒരു ടർബുലൻസ് ഉണ്ടാവും. ഓക്കെ, അതിൽ മെയിനായിട്ട് നമ്മൾ ആദ്യം വർക്കൗട്ടൊക്കെ തുടങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത്? ചോറ് പാടെ കട്ട് ചെയ്യും.
അല്ലേ? ചോറ് കട്ട് ചെയ്തിട്ട് പ്രോട്ടീൻസ് അങ്ങ് പപ്പ് ചെയ്യും. അതാണ് ഞാൻ കാണാറുള്ളത്. ഓക്കെ, വെദർ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടാണ് അങ്ങനെ നമ്മുടെ റുട്ടീനിൽ നിന്ന് മാറുമ്പോൾ തന്നെ അത് മുടീനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, സോ ഫസ്റ്റ് യു സ്റ്റാർട്ട് നോട്ടീസിങ് ഹെയർ ലോസ്. ഓക്കെ, ഇപ്പം ടീലോജൻ എഫ്ലൂവിയം എന്നൊക്കെ പറയും. അതൊരു ട്രോമ കഴിയുമ്പം, ഞാൻ ട്രോമ എന്ന് പറയുന്നത് നമ്മൾക്ക് അതൊരു മെൻ്റൽ ട്രോമയാകാം, അല്ലെങ്കിൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടും വരാറുണ്ട്, ഓർ നമ്മുടെ ഡയറ്റ് ഒന്ന് മാറുമ്പോഴും മൾട്ടിപ്പിൾ റീസൺസ്. ഓക്കെ, അപ്പം ഹെയർ ഫോളിക്കലിന് സത്യം പറഞ്ഞാൽ ചോറ് വളരെ നല്ലൊരു ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ എന്നും പറഞ്ഞ് തടിക്ക് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ചോറ് കഴിക്കണം എന്നല്ല. അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ചോറ് മുടി വേണോ തടി വേണോ എന്ന് ചോദിക്കുമ്പം ഇഫ് യു ഓപ്റ്റ് ഫോർ മുടി, ഡയറ്റ് ഒന്ന് ബാലൻസ്ഡ് ആക്കുക. ദാറ്റ്സ് വൈ ഐ സെഡ് ഒരു ക്ലിനിക്കൽ ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഒരു സജഷൻ എടുക്കുക. ഓർ നിങ്ങൾ പറയും എനിക്ക് തടി എങ്ങനെയും കുറഞ്ഞാൽ മതി, ഫൈൻ, യുനോ നിങ്ങൾ ഡയറ്റൊക്കെ നല്ലോണം ഫുള്ളെല്ലാം കട്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് യു ഗോ വിത്ത് ദാറ്റ്. പക്ഷേ മുടിനെ പറ്റി കൺസേൺ ഉണ്ടെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ഇസ് മാൻഡേറ്ററി. ഓക്കെ, പെട്ടെന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പം നമ്മളിപ്പോൾ തന്നെ ഇവിടുന്ന് നമ്മൾ സ്ഥലം മാറി വേറെ എങ്ങോട്ടേലും പോവാം, ആ സമയത്തും ഒരു മുടി കൊഴിച്ചിൽ വരാറില്ലേ? അല്ലേ? എക്സാം ടൈമിൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ മുടി കൊഴിച്ചിൽ കാണാറില്ലേ? ഭക്ഷണം നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഹെയർ ലോസ്, നേരത്തെ പറഞ്ഞ പോലെ. സോ ദർ ആർ മൾട്ടിപ്പിൾ ഓഫ് റീസൺസ്. ഈവൻ ഒരു സർജറി വന്നു കഴിഞ്ഞാൽ, ഒരു പനിയോ ഒരു സർജറി എങ്ങാനും കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ നമുക്കൊരു ടീലോജൻ എഫ്ലൂവിയം പോലത്തെ ഒരു ഹെയർ ലോസ് വരും. കോസസ് ഒത്തിരി ഉണ്ട്, പക്ഷേ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ലിസൺ ടു യുവർ ബോഡി. ഓക്കെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഫിക്സ് ഇറ്റ് ഫസ്റ്റ് ബിഫോർ യു മീറ്റ് യുവർ ഡോക്ടർ. നമുക്ക് ഈ PCOD അല്ലെങ്കിൽ ഹോർമോണൽ റിലേറ്റഡ് വരുന്ന സ്കിൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെയർ ഇഷ്യൂസ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രോഡക്ട്സ്, സ്കിൻ കെയർ പ്രോഡക്ട്സോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഷാംപൂസോ ഇതൊക്കെ കൊണ്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ? ഇതിൽ റെക്ടിഫൈ എന്ന് പറയുന്ന ഒരു ടേമിനെക്കാട്ടിലും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ പറയേണ്ടത്. ഓക്കെ, ഇപ്പം നേരത്തെ ചോദിച്ചൊരു കാര്യം നെക്ക് പിഗ്മെൻറ്റേഷൻ. ഓക്കെ, അതിൽ നെക്ക് പിഗ്മെൻറ്റേഷനെ പറ്റി സംസാരിക്കുമ്പം അഗൈൻ PCOD മാത്രമല്ല നെക്ക് പിഗ്മെൻറ്റേഷൻ ഒരു കാരണം. ഒബ്വിയസ്ലി ഇൻസുലിൻ റെസിസ്റ്റൻസ്, അക്കാന്തോസിസ്, അങ്ങനെ കാരണമുള്ള അക്കാന്തോസിസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. വെയിറ്റ് ഗെയിൻ, അപ്പം എല്ലായിടത്തും തുടക്കം വെയിറ്റ് ലോസ് ആണ്. ഞാൻ പറയാറുണ്ട്, ഒരു തുമ്മൽ വന്നൊരു ഡോക്ടറെ അടുത്ത് പോയാൽ ആദ്യം പറയും വെയിറ്റ് കുറയ്ക്ക്. എന്തിനും വെയിറ്റ് ഗെയിൻ ആണ് അല്ലേ? എന്തൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ ആദ്യം കുറച്ച് തടിയുള്ള ആളാണെങ്കിൽ ലൂസ് വെയിറ്റ് ഫസ്റ്റ്, ആദ്യം ലൂസ് വെയിറ്റ്. ഞാൻ അങ്ങനെ പറയുകയല്ല. ഒരു പനി വന്നാൽ പോലും എനിക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ മടിയാ. എന്താണെന്നറിയോ? ആദ്യം യു ലൂസ് വെയിറ്റ്, അതായിരിക്കും വന്ന് തീരുന്ന അതിലായിരിക്കും. ഓക്കെ, സോ അഗൈൻ വെയിറ്റ് ലോസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അതിനെപ്പറ്റി കൺസേൺ ആണെങ്കിൽ. പിന്നെ ഈ കറുപ്പ് കാണുമ്പോഴേ, പിഗ്മെൻറ്റേഷൻ കാണുമ്പം ആദ്യം നമ്മുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്താ? ഉരച്ചു കുളിക്കാനും. ഈ മാന്തി കുളിക്കുമ്പോൾ പിന്നെയും ആ കറുപ്പൊന്നുകൂടെ കൂടുക ചെയ്യുക. ചെറുതിലേക്ക് നമ്മുടെ കഴുത്തിൽ വരുന്ന കറുപ്പ് വരുന്ന സമയത്ത് വീട്ടുകാർ ഈ ചകിരിയൊക്കെ വെച്ചിട്ട് കുഞ്ഞു പ്രായത്തിൽ ഉരയ്ക്കുന്ന പോലെ അല്ല ഒരു പ്രായം കഴിയുമ്പോൾ. കാരണം കുഞ്ഞു സ്കിൻ പെട്ടെന്ന് ഹീലാവും, അപ്പോൾ അങ്ങനെ ഒരു പിഗ്മെന്റേഷൻ വരത്തില്ല. ഓക്കെ, ബട്ട് ദെൻ ഓവർ ടൈം നമ്മൾ അതൊരു ശീലമാക്കി കഴിയുമ്പോഴാണ് അതൊരു സ്റ്റബേൺ ആയിട്ടൊരു പിഗ്മെന്റേഷൻ വരുന്നത്. അമൈലോയിഡോസിസ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പം അതുകൂടാതെ കഴുത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഉരച്ചു കുളിക്കുന്നു, ഉരച്ച് ഇവിടെ ഒരു കറുപ്പ് വരുന്നു. ആൻഡ് ദെൻ ആ കറുപ്പും കൊണ്ട് നമ്മൾ കളിക്കാനൊക്കെ വെയിലത്ത് പോകുന്നു, അതൊഴിച്ച് ടാൻ ആവുന്നു. ആൻഡ് ദെൻ അഗൈൻ പിഗ്മെന്റേഷൻ കൂടുന്നു, അല്ലേ? അതുകൂടാതെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന ഒരു ശീലമുണ്ട്, നമുക്കൊക്കെ ഉണ്ട്. അതൊരു കംഫർട്ട് സോണിൽ കൊണ്ടുപോകും നമ്മളെ. അപ്പം അങ്ങനെ കുഞ്ഞു കഴുത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോസ്ചർ ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞിരിക്കുക, അത് പോസ്ചർ ശ്രദ്ധിക്കുക. നിവർന്നിരിക്കുക, ഈ സ്കിന്ന് തമ്മിൽ റബ്ബാവാതെ നോക്കുക. എപ്പോഴും ഹൈ കോളർ ടീഷർട്ട്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കും അഗൈൻ അത് ഫ്രിക്ഷൻ കൊടുക്കാറുണ്ട്. മാല, നല്ല വെയിറ്റ് ഉള്ള മാലയൊക്കെ വെയർ ചെയ്യുന്നു. ഓർ ഈവൻ ഐശ്വര്യ വെയർ ചെയ്തേക്കുന്ന പോലെ തിന്നായിട്ടുള്ള മാലയാണെങ്കിൽ പോലും ഇങ്ങോട്ടേക്ക് അധികം ഫ്രിക്ഷൻ കൊടുക്കാതിരിക്കുക പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാർക്ക്. അതിൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മൾ ഈ ഓറൽ മെഡിക്കേഷൻസിനെ കാട്ടിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് ഇൻ ക്ലിനിക് പ്രൊസീജിയേഴ്സ് അലോങ് വിത്ത് സം ക്രീംസ് ആൻഡ് ഓയിൻമെൻറ്റ്സ് കേട്ടോ. ഇൻ ക്ലിനിക് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ചില പീലുകളാകാം, ചിലപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ആകാം, ചിലപ്പോൾ റീസർഫസിങ് ട്രീറ്റ്മെൻറ്റ്സ് ആകാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സിൽ അത് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. നൗ കൺസിഡറിങ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ ഡിസീസ്,
അത് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ സ്വഭാവം, അതായത് ഒരേ കണ്ടീഷനുള്ള എല്ലാവർക്കും ഇതുപോലെ ഇല്ലല്ലോ. ഐശ്വര്യയ്ക്ക് കഴുത്തിൽ പിഗ്മെൻറ്റേഷൻ ഇല്ല, ബിക്കോസ് ഐശ്വര്യയുടെ സ്കിൻ പിഗ്മെൻറ്റ് പ്രോൺ സ്കിൻ അല്ല, ദോ യു ഹാഡ് എ ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റേഷൻ അറൗണ്ട് യുവർ ലിപ്സ്. അപ്പം നമ്മളുടെ സ്കിന്നൊക്കെ പിഗ്മെൻറ്റേഷൻ ടെൻഡൻസി ഉള്ള സ്കിന്നാണെന്നുള്ള കാരണം ഇതൊക്കെ നിർത്തിക്കഴിഞ്ഞാലും തിരിച്ച് നമ്മുടെ സ്കിൻ അതിൻ്റെ സ്വഭാവത്തിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതൊരു രോഗമല്ലല്ലോ അല്ലേ, ഇത് നമ്മുടെ സ്കിന്നിൻ്റെ സ്വഭാവമല്ലേ. സോ നമ്മൾ ഇൻറ്റേർണൽ ഹോർമോണൽ ഇഷ്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ ഇഫ് യു കീപ് ദാറ്റ് അണ്ടർ കൺട്രോൾ, അത് തിരിച്ചത്രത്തോളം കൂടുതലായിട്ട് വരാൻ ചാൻസ് ഇല്ല. ബട്ട് ഈവൻ ദെൻ അവിടെ ഒരു കുഞ്ഞു പിഗ്മെന്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും മേക്കപ്പിനെക്കാട്ടിലും കൂടുതൽ സ്കിൻ കെയർ ബോധേഡായിട്ടുള്ള ആൾക്കാരെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ ഒരു റുട്ടീൻ, ഒരു മോർണിംഗ് വേറൊരു റുട്ടീൻ, ഉച്ചയ്ക്ക് വേറെ റുട്ടീൻ, സൺസ്ക്രീൻ 4 നേരം അപ്ലൈ ചെയ്യുന്നവർക്ക് അവരെയൊക്കെ എനിക്ക് അറിയാവുന്നതാണ്, പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പം നമുക്ക് സ്കിൻ കെയർ റുട്ടീൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ മെൻ ആൻഡ് വിമൻ. ഇപ്പം ഐശ്വര്യൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. ഐശ്വര്യ രാവിലെ ഈ ക്രീം ഇടൂ, ഉച്ചയ്ക്ക് ഈ ക്രീം ഇടൂ, വൈകിട്ട് 2 മണിക്കൂറത്തേക്ക് ഒരെണ്ണം ഇടൂ, രാത്രി ഇതിടൂ. ഐശ്വര്യ ചെയ്യുമായിരിക്കും ഒരു പക്ഷേ, ഇല്ലേ? പക്ഷേ ഐശ്വര്യയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞാൽ പുള്ളി ഇടുവോ? ഒരിക്കലും ഇല്ല. അതാണ് നമ്മൾ സ്മാർട്ടായിട്ട് വേണം സ്കിൻ കെയർ ചൂസ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രിഫറൻസസ്, നമ്മൾക്ക് എത്രത്തോളം അത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ള ആഗ്രഹം അല്ലേ, പിന്നെ നമ്മളെ എത്രത്തോളം അത് ബോദർ ചെയ്യുന്നു, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് ടൈം അല്ലേ. ഇപ്പം ഐശ്വര്യ 9 to 5 ജോബ് ഓഫീസിൽ ഇരിക്കുന്ന ആളുടെ 3 മണിക്കൂർ കൂടുമ്പോൾ ക്രീം ഇടണേ എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. സോ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ മേക്ക് ഇറ്റ് ബെയർ മിനിമൽ ആൻഡ് സിമ്പിൾ. ഇപ്പം ഐശ്വര്യ വന്നിട്ട് ഡോക്ടർ എനിക്ക് അത്യാവശ്യം ഇതൊന്ന് മാറ്റി തന്നാൽ മതി എന്ന് പറയുന്നതും, ഐശ്വര്യ ഇപ്പം എന്നോട് പറയാം ഡോക്ടർ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എനിക്കിത് ഭയങ്കര ഡിപ്രഷനാണ്, എന്നെ ആൾക്കാർ കളിയാക്കുന്നു, എനിക്ക് പുറത്ത് തന്നെ ഇപ്പം ഞാൻ പോവാറില്ല, ഞാൻ കല്യാണങ്ങൾക്ക് പോലും പോവാറില്ല എന്നൊക്കെ പറയുമ്പം നമ്മൾക്ക് മനസ്സിലാവും ദാറ്റ് ഐശ്വര്യയുടെ മനസ്സിനെ അത് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. ആ സമയത്ത് വി നീഡ് ടു ഗോ എ സ്റ്റെപ്പ് അബവ് ദ റെഗുലർ സ്കിൻ കെയർ. ഓക്കെ, അതനുസരിച്ചാണ് ചൂസ് ചെയ്യുന്നത്. അഗൈൻ സ്കിൻ കെയർ റുട്ടീൻ ഡസൻറ്റ് മീൻ ദാറ്റ് യു നീഡ് ടു ഇൻട്രൊഡ്യൂസ് എ ലോട്ട് ഓഫ് പ്രോഡക്ട്സ്. ഐശ്വര്യ നമ്മുടെ തല ഇത്രയല്ലേ ഉള്ളൂ, ഇവിടെ ഈ ഇത്രയും പ്രോഡക്ട്സ് എല്ലാം കൂടെ എങ്ങനെ കയറ്റും അല്ലേ? നമുക്ക് എന്തോരം കാര്യങ്ങളാണ് ലൈഫിൽ നോക്കാനല്ലേ. പല ആൾക്കാര് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ ഈ സ്കിൻ കെയർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന കുറേ ആൾക്കാരുണ്ട്. അവർ പറയുന്നൊരു റുട്ടീൻ ഉണ്ട്, അത് ഫോളോ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ കുറേ പ്രോഡക്ട്സ് വാങ്ങി കുറേ, അതായത് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടും റിസൾട്ട് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എന്നോട് പേഴ്സണലി ചോദിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ പറയുന്നത്, ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ്. അതും ഇവിടെ വന്നതിന് ശേഷം സ്കിൻ സീക്രട്സിൽ ഒരു സംഭവം തന്നിട്ടില്ലേ? അത് നൈറ്റിൽ യൂസ് ചെയ്യാം. ഈ 3 പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ആകെ ഈ 3 പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെന്ന്. അവരുടെ കയ്യിലുള്ള ഒരു ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറം, ടോണർ, എന്തൊക്കെയോ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. അത് ശരിക്കും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം. വേണ്ട ഇത്രത്തോളം ഒന്നും പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ചില ആൾക്കാർക്ക് നമുക്ക് 8ഉം 9ഉം പ്രോഡക്ട്സ് പോകാറുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അത് അവർക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവും, അവർക്ക് അത്രയും ബോധേഡായിരിക്കും, അവർ മെനക്കെടാനും റെഡി ആയിരിക്കും. ഇപ്പം ഞാനൊന്നും പേഴ്സണലി അങ്ങനെ മെനക്കെടുന്ന ഒരാളല്ല. ഓക്കെ, എനിക്ക് ഈ പറയുന്ന 3 കൂടിപ്പോയാൽ 4, അതിനപ്പുറം ഐ ക്യാൻ നോട്ട്. ഓക്കെ, അത്ര ക്ഷമയും ഇല്ല. ആൻഡ് ഐ ഡു മൈ ട്രീറ്റ്മെൻറ്റ്സ് റെഗുലർലി. ഓക്കെ, പക്ഷേ ഐശ്വര്യയ്ക്ക് ഈ 3 പ്രോഡക്ട്സ് എന്ന് പറയുന്നത്, ഐശ്വര്യയെക്കാളിലും കുറച്ചും കൂടെ ബ്രൗൺ ആണ് ഞാൻ. ഓക്കെ, എനിക്ക് 3 എണ്ണത്തിൽ മതിയാവില്ല. എന്നാൽ പോലും നമ്മൾക്ക് പറ്റണ്ടേ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണ്ടേ. നമുക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമല്ലേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുള്ളൂ. കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മളൊരു 1 month അല്ലെങ്കിൽ 2 months യൂസ് ചെയ്യും. ആൻഡ് ദെൻ വാട്ട് വിൽ ഹാപ്പൻ, യു സ്റ്റോപ്പ് യൂസിങ് ഇറ്റ് അല്ലേ, പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ പോവുകയും ചെയ്യും. അതായി പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സംഭവം നടക്കണമെങ്കിൽ കൺസിസ്റ്റൻസി വേണം. കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. അതായത് നമ്മുടെ റുട്ടീനെ ബാധിക്കാത്ത രീതിയിലുള്ളൊരു പ്രോട്ടോക്കോൾ. അത് പ്രോപ്പറായിട്ട് നമുക്കൊരു കൺസൾട്ടേഷനിൽ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എഗെയിൻ ആദ്യത്തെ കൺസൾട്ടേഷൻ തന്നെ ഇത് ഭയങ്കര നല്ലതാണ് ഡോക്ടർ, അടിപൊളി അങ്ങനെ പറയുന്നവരും ഉണ്ട്. ബട്ട് ദെൻ എഗെയിൻ ഒരു 30 to 35% ആൾക്കാർ എനിക്കിതിട്ടപ്പോൾ ഒരു ഡ്രൈനെസ് ഉണ്ട്, വലിച്ചിലുണ്ട്, ഒരു തരിതരി പോലെ വരുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മരുന്ന് മാറ്റുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ടെക്നിക്ക് ഓഫ് യൂസേജ് അങ്ങ് മാറ്റും.
നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ആയിരിക്കില്ല നിങ്ങളിപ്പം UAE പോകുമ്പോഴോ അല്ലെങ്കിൽ US പോകുമ്പോഴുള്ള കാലാവസ്ഥയിൽ അതേ പ്രോഡക്റ്റ് അതേ സമയം ഈ നാട്ടിലത്തെ ടെക്നിക്ക് വേറെ ആയിരിക്കും, ഉപയോഗിക്കുന്ന രീതി. അങ്ങോട്ട് എത്തുമ്പം അതങ്ങ് മാറ്റി കൊടുക്കും, എങ്ങനെ ഉപയോഗിക്കണം, മോഡിഫൈ ചെയ്യണം എന്ന്. സോ സ്കിൻ അനുസരിച്ച് വേണം ട്രീറ്റ് ചെയ്യാൻ. അത് പറഞ്ഞു തന്നപ്പോഴാണ് നമ്മൾ പൊതുവേ കേൾക്കുന്നൊരു കാര്യമാണ്, ആണുങ്ങളോട് നമ്മൾ സ്കിൻ കെയർ, ഒരു മോയ്സ്ചറൈസർ അയ്യോ. അല്ലെങ്കിൽ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്ന സമയത്ത് പറയും ഞങ്ങൾ ആകെ കൂടെ ഉപയോഗിക്കുന്നത്, അത് വളരെ അഹങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്കൊരു ബാർ സോപ്പ് മതി, ഞങ്ങൾ തലയിൽ യൂസ് ചെയ്യും, മുഖത്ത് യൂസ് ചെയ്യും, ദേഹത്ത് യൂസ് ചെയ്യും, പക്ഷെ ഞങ്ങളുടെ സ്കിൻ ഇങ്ങനെയാണ്, അടിപൊളിയായിട്ടിരിക്കും, നിങ്ങളെക്കാൾ എത്ര നല്ലതാണ് ഞങ്ങളുടെ സ്കിൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആ ഒരു കോൺഫിഡൻസ് നല്ലതാ ഐശ്വര്യ, അല്ലേ? അതെ, അതെ. സത്യമല്ലേ? അതിപ്പോൾ എന്ത് തന്നെ ആയാലും ആ ഒരു കോൺഫിഡൻസ് ഐശ്വര്യ ആരെയും ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ വീട്ടിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ വെയിലത്ത് ഫുൾ ടൈം വെയിലത്ത് നിൽക്കും, എന്നാലും ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ഭയങ്കര ഫ്രഷാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെയ്യര് രാവിലെ മുഖം കഴുകുന്നു, പിന്നെ ഒരു സീറം അപ്ലൈ ചെയ്യുന്നു, പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നു, നൈറ്റിൽ വേറെ. ബിക്കോസ് നമ്മുടെ സ്കിൻ എങ്ങനെ വേണം എന്നുള്ള ആഗ്രഹം അനുസരിച്ചിരിക്കും. അഗെയിൻ പുരുഷന്മാരിൽ ഞാൻ വേറെ ഒന്ന് കാണുന്നത്, ബേസിക്കലി അവർക്ക് ഇതൊരു പ്രയോറിറ്റി അല്ല. 5 മുടി കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ അവർ ഫ്രീക്ക് ഔട്ട് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഒരു ടാൻ ഒന്നും അവരെ ബോദർ ചെയ്യുന്നൊരു കാര്യമില്ല. സോ വാട്ട് ഐ ഫീൽ ഇസ്, അങ്ങനെയുള്ള ആൾക്കാർ വെറുതെ അതിലോട്ട് കയറണം എന്ന് ഞാൻ പറയില്ല. സി, നമ്മൾക്കൊന്നും സ്കിൻ ക്യാൻസർ വരുന്ന ആൾക്കാരല്ല. ഓക്കെ, ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത് വെസ്റ്റിലൊക്കെ, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവർക്ക് മെലാനിൻ കുറവല്ലേ, ഓക്കെ, ചിലർക്കില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് അൾട്രാവയലറ്റ് പെനിട്രേഷൻ ഭയങ്കര കൂടുതലാണ്, അവർക്ക് സ്കിൻ ക്യാൻസറിനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ക്യാൻസർ ഒന്നുമല്ല നമ്മുടെ പ്രശ്നം, ഒന്ന് ടാൻ ആകുമ്പോഴത്തേക്കും ഉറക്കം പോകും, അല്ലേ? സോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും നമ്മൾ ടാൻ ആവും. ഇപ്പോൾ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കണ്ടേ, അല്ലേ? മാസത്തിലൊരിക്കൽ വളവിടണം. അപ്പം നമ്മൾ മാസത്തിലൊരിക്കൽ വളവിടാൻ റെഡിയാണ്. ഡോക്ടറുടെ ക്ലിനിക്കിൽ വന്ന് ഞാൻ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യും, പക്ഷേ എനിക്ക് ഡെയിലി ഉള്ള റുട്ടീനൊന്നും ഇഷ്ടമല്ല, അത് നടക്കില്ല. ഡെയിലി വെള്ളം ഒഴിക്കാതെ വളവിട്ടിട്ട് കാര്യമില്ല. സോ ഒരു ബേസിക് സംഭവങ്ങൾ ഒന്നുമില്ല. പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു സൺസ്ക്രീൻ രാവിലെയും 3 മണിക്കൂർ ഇടവിട്ടെന്ന് പറഞ്ഞാൽ പോലും ദേ വോണ്ട് ഡു ഇറ്റ്, ബട്ട് ദെൻ പറ്റുന്നിടത്തോളം ചെയ്യുക. ഒരു ഫേസ് വാഷ്, അത് കഴിഞ്ഞൊരു സൺസ്ക്രീൻ, ഓക്കെ, ആൻഡ് ദെൻ നൈറ്റിൽ കിടക്കാൻ നേരത്ത് അവരുടെ സ്കിൻ അനുസരിച്ചിട്ടുള്ളൊരു സീറം, മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും ചിലർ ചോദിക്കും അപ്പോൾ റെറ്റിനോൾ ഞാൻ ഇടണോ ഡോക്ടർ? അപ്പോൾ ഞാൻ പറയാം, ആദ്യം ഈ 3 മര്യാദയ്ക്കൊന്ന് യൂസ് ചെയ്യുക, അതൊന്ന് ശീലമാവട്ടെ, എന്നിട്ട് വേണമെങ്കിൽ. അതുകൊണ്ട് ട്രെൻഡിന് പുറകെ പോകണം എന്ന് ഞാൻ പറയില്ല. ആൻഡ് അഗൈൻ ഐശ്വര്യ, ഇഫ് യു ആർ ഹാപ്പി അബൌട്ട് യുവർ സ്കിൻ ആൻഡ് നിങ്ങൾ ഉപയോഗിക്കുന്ന എന്താണെങ്കിലും ഇഫ് യു ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്, ഫൈൻ, യൂസ് ഇറ്റ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെ തന്നെ വേണം, അങ്ങനൊന്നുമല്ല. എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ റെഗുലറായിട്ട്, ഇപ്പം നിങ്ങളൊരു സ്റ്റോറിൽ പോയി വാങ്ങി ഉപയോഗിച്ചു, എയർപോർട്ടിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്തിട്ടും ഞാനിപ്പോഴും ഡള്ളാണല്ലോ, എനിക്കൊരു റിസൾട്ട് ഇല്ലല്ലോ, അതൊന്നും എനിക്ക് കേൾക്കുന്നപ്പോൾ, പക്ഷെ ബട്ട് ഞാനത് കംഫർട്ടബിളാണ് ഡോക്ടർ എന്ന് പറയുവാണെങ്കിൽ നിങ്ങളുടെ കൺസേൺ അവിടെ ഇരിക്കുകയല്ലേ. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പ്ലീസ് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി, ഡെർമാറ്റിൻ്റെ അടുത്ത് തന്നെ കൺസൾട്ടേഷൻ ചെയ്ത് ഒരു പ്രോപ്പറായിട്ടൊരു റുട്ടീൻ ഫോളോ ചെയ്യുക. ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നാളത്തേക്ക് കിട്ടില്ല. ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ തന്നെ ഇനിഷ്യൽ ഡേയ്സ് ഓഫ് വർക്കൗട്ട് നമുക്ക് ബോഡി പെയിൻ ഒക്കെ വരില്ലേ, അവിടെ നിർത്തുവാണെങ്കിൽ നമ്മൾ ഗോളിലെത്തുമോ? ഇല്ല. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണ്ടേ. അതേപോലെ നാളെ ഒരു വലിച്ചിൽ വരുന്നു, മറ്റന്നാൾ ഇട്ടപ്പോൾ ഒരു ഡൾനെസ് തോന്നുന്നു, പിന്നെ തരിതരി വന്നു, ഒന്നുമല്ല, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് നിങ്ങൾ ഡോക്ടറെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുക, ദേ വിൽ മേക്ക് ദ റിക്വയർഡ് ചേഞ്ചസ് ഓഫ് ആപ്ലിക്കേഷൻ. ഓക്കെ, അങ്ങനെ പറ്റുമ്പോഴത്തേക്കും പതുക്കെ നിങ്ങളത് ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും പതുക്കെ നിങ്ങളങ്ങ് സെറ്റാം. ചില കേസസിൽ ടോപ്പിക്കൽ ക്രീംസ് കൊണ്ട് മാത്രം നടക്കില്ല. നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഇത്രയും ഉപയോഗിച്ചിട്ടും എനിക്ക് എന്താ ഇതിൻ്റെ കൺസേൺ പോവാത്ത എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റ്സ് വേണ്ടി വരും. അതാണ് ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇങ്ങനെ നമ്മൾ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരേ പ്രോഡക്ട്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾക്ക് ഒരു സംഭവം കംഫർട്ടബിളാണ്, നമ്മൾക്ക് ഓക്കെ ആണ് എന്നുള്ളതാണെങ്കിൽ അത് മാറ്റേണ്ട ആവശ്യമില്ല. അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഗ്രീഡിയൻറ്റ് ദാറ്റ് യു ആർ യൂസിങ്, കേട്ടോ. ഇപ്പം റെറ്റിനോൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതെന്നറിയോ, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ഇൻഫ്ലുവൻസേഴ്സ്, കേട്ടോ, ഈ റെറ്റിനോയിഡ്സ് ഒക്കെ ഇതൊക്കെ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ആണ്. അതൊക്കെ എൻ്റെ മുഖത്ത് ഇതിട്ടപ്പം എനിക്കിഷ്ടപ്പെട്ടു, ഇതാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് പറയുമ്പം നിങ്ങൾ പറയുന്നില്ല, ഇവരാരും പറയുന്നില്ല നിങ്ങളും ഇത് ഉപയോഗിക്കുമെന്ന് പറയുന്നില്ല. ഇവർ പറയുന്നതെന്നറിയോ, ഞാൻ പറഞ്ഞത് എൻ്റെ സ്കിന്നിൽ ഇത് ഏറ്റു, അത് ഇൻഡയറക്ട്ലി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ദാറ്റ് ഈസ് റോങ്.
അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ പേര് പറയാൻ ഇല്ല. പാടില്ലേ നമുക്ക്, അല്ലേ? കാരണം ഓരോന്നും കംസ് വിത്ത് എ ലോട്ട് ഓഫ് അതിൻ്റെ ഗുഡ് കാര്യങ്ങളും ആൻഡ് അതിൻ്റെ നെഗറ്റീവ് വശങ്ങളും. റെറ്റിനോയിഡ്സ് ഒക്കെ പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇഫ് യു പ്ലാനിങ് പ്രഗ്നൻസി, ലാക്ടേഷൻ, ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എൻ്റെ കുരുക്കളൊക്കെ ഇത് തേച്ചപ്പോൾ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിമ്പിൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ പോകണം എന്നില്ല. ചില സംഭവങ്ങൾ ഞാൻ പറയും. ഇപ്പം കമ്മിങ് ടു സ്റ്റീറോയിഡ് ക്രീംസ്, ഓക്കെ, നമ്മൾ സ്ഥിരമായി കേൾക്കാറില്ല, പെട്ടെന്ന് 5 ദിവസം കൊണ്ട് വെളുത്തു, 6 ദിവസം കൊണ്ട് വെളുത്തു. അതൊന്നും ഉപയോഗിക്കുന്ന പോയിട്ട് ബാഗിൽ കൂടി ഇടാൻ പാടില്ല, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. ഓക്കെ, അപ്പം ഒരു ക്രീമും നമുക്ക് പെട്ടെന്ന് 5 ദിവസം കൊണ്ട് വെളുത്തിട്ട് പറക്കാം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം ഒരു പർട്ടിക്കുലർ റേസിലുള്ള ആൾക്കാർ കറുത്തിരിക്കുന്നില്ല, ഞാൻ പറയുന്നില്ല, അവരൊക്കെ എന്നേ കളർ മാറിയേനെ, അല്ലേ? ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര വെളുപ്പായിട്ടിരിക്കില്ലേ ഇപ്പൊ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു ക്രീം ഉണ്ടെങ്കിൽ, അല്ലേ, ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് ഇപ്പം ഈ മരുന്ന് തേച്ചാൽ നമ്മുടെ തല നിറയെ മുടി വരും എന്നൊരു സീനാണെങ്കിൽ ആരാ അപ്ലൈ ചെയ്യാത്ത, ആരാ വാങ്ങി ഉപയോഗിക്കാത്ത, ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലെങ്കിൽ. സോ അങ്ങനൊരു സംഭവം ഇല്ല. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാ സംഭവങ്ങളും ഇടയ്ക്കിടയ്ക്ക് മാറ്റണം എന്നില്ല. ഓരോ കാലഘട്ടം അനുസരിച്ച് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പൊല്യൂഷൻ, നമ്മുടെ ബോഡിയിലെ ഹോർമോൺ ചേഞ്ചസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ പ്രായം അനുസരിച്ച് സ്കിന്നിൻ്റെ ആവശ്യങ്ങൾ വേറെ ആയിരിക്കും. അതനുസരിച്ച് മാറ്റണം എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഇന്ന് ഉപയോഗിക്കുന്ന ക്രീം ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കാമെന്നും പറയുന്നില്ല, പാടില്ല എന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്കിന്നിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും.